ഗുഡ് ഈവനിങ് മുഹമ്മദ്. യാത്രയിൽ തന്നെയാണോ എപ്പോഴും? അതെ അതെ, ഈ സമയങ്ങളിൽ പുറത്തായിരിക്കും. തുടങ്ങാം അല്ല, സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് ജോർജ് ജോൺ ഇല്ലല്ലോ. സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ അല്ലേ? ഒന്ന് റിയാക്ഷൻ തരാമോ ആരെങ്കിലും? ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ. നമ്മുടെ വേ ഓഫ് ബിസിനസിന്റെ അടുത്ത ഒരു വെബിനാർ ആരംഭിക്കുകയാണ്. ബിസിനസ് വളർച്ച, ബിസിനസ് ഗ്രോത്ത് എന്നുള്ള ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വെബിനാറാണ് നടക്കാൻ പോകുന്നത്. ബിസിനസ് തുടങ്ങുക, അത് നടത്തുക, അതിന്റെ ഓപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളതൊക്കെ പലർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ പലരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ പലരും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു മേഖലയാണ് ബിസിനസ് വളർച്ച. എങ്ങനെ ബിസിനസ്സിന് സ്കെയിലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ്സിന് ഒരു ദിശാബോധം നൽകാം, ദിശയിലോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് പലരും അന്താളിച്ചു നിൽക്കുന്ന ഒരു മേഖലയാണ്. ആ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു വെബിനാറാണ് ഇന്ന് വേ ഓഫ് ബിസിനസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വെബിനാറിൽ അതിഥിയായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ കരിയാനപ്പള്ളി സാറാണ്. ജോർജ് കുട്ടി കരിയാനപ്പള്ളി സാറാണ്. സാറിനെ അതിഥി എന്ന് ശരിക്കും പറഞ്ഞാൽ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം വേ ഓഫ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം സാർ ഒരു കാരണവർ സ്ഥാനത്തുള്ളതാണ്. എന്നിരുന്നാലും ഔപചാരികതയുടെ പേരിൽ അതിഥിയായി തന്നെ ഞാൻ അഭിസംബോധന ചെയ്യുകയാണ്. ജോർജ് കുട്ടി കരിയാനപ്പള്ളി സാറിനെ ഞാൻ ഈ വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. സാറ് ഇതിനു മുമ്പ് നമുക്ക് വെബിനാർ തന്നിട്ടുണ്ട്, ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. നിരവധി മേഖലയിൽ സാറ് കൈതൊട്ട മേഖലയിലെല്ലാം മികച്ച ഒരു വ്യക്തിമുദ്ര തന്നെ അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട്. സോളാർ മേഖലയിലായാലും അദ്ദേഹം പ്രവർത്തിച്ച കലാഭവന്റെ മേഖലയിലായാലും മറ്റനേകം മേഖലയിലായാലും ജോർജ് കുട്ടി കരിയാനപ്പള്ളി സാറിനെ ഞാൻ വളരെ സ്നേഹാദരവങ്ങളോടുകൂടി വേ ഓഫ് ബിസിനസിന്റെ ഈ ഒരു വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ജോർജ് കുട്ടി കരിയാനപ്പള്ളി സാർ. ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കാവോ? കേൾക്കുന്നുണ്ട് സാറേ. കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് വരാനുള്ളവരൊക്കെ വന്നോ? എല്ലാം ഓക്കെയാണ് സാർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയമായിട്ടുണ്ട്. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്തോളും. ഏകദേശം ഒരു 30 പേര് ജോയിൻ ചെയ്തോളും. ഈ ലത്തീഫായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ബിസിനസ്സുകാരനാണെന്ന് പറയും. എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് എനിക്ക് തന്നെ സംശയമാണ്. കാരണം ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ യൂസുഫലി 1973 പോയത്, ഗൾഫിന് പോയത്. ഞാൻ 1978 പോയി. വെറും 5 വർഷത്തെ വ്യത്യാസം. പുള്ളി ഇപ്പൊ എവിടെയാ, ഞാൻ എവിടെ. അപ്പൊ ബിസിനസ് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയരാൻ പറ്റും. പക്ഷെ എൻ്റെ അക്യുമുലേഷൻ സമ്പത്തിനെയൊക്കെ കുറിച്ച് അതിനേക്കാൾ ഉപരി സ്നേഹമുള്ള കുറെ ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ജീവിതം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ബിസിനസ്സുകാര് ഞാനിപ്പോ പലരും നമ്മുടെ ഗ്രൂപ്പിൽ പലരെയും കാണുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ അവരുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ അഗ്രസീവായിട്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണ് ബിസിനസ് എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ജീവിത കൾച്ചറാണ്, നമ്മുടെ ജീവിത ഭാഗമാണ്, വേ ഓഫ് ലൈഫ് ആയിരിക്കണം. അതിനാണ് ഞാൻ എൻ്റെ കമ്പനിക്ക് വേ ഓഫ് ലൈഫ് എന്ന് പേരിട്ടത്. വേ ഓഫ് ലൈഫ്. അതായത് നമുക്കൊരിക്കലും ഒരു തൊഴിൽ ചെയ്യുന്നെന്നോ അല്ലെ ഒരു ബിസിനസ് ചെയ്യുന്നെന്നോ ഉള്ള ഫീലിംഗ് ഇല്ല. നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അതിനെ നടത്തിക്കൊണ്ട് പോവുക. ഞാൻ ഇന്നലെ ലത്തീഫായി ആയിട്ട് പറഞ്ഞത്, 2 തരത്തിലാണ് നമുക്ക് ബിസിനസ്സിനെ തരംതിരിക്കാൻ പറ്റുന്നത്. ഒന്ന്, ബിസിനസ്സിൽ ഹൊറിസോണ്ടൽ ഗ്രോത്ത്, മറ്റൊന്ന് വെർട്ടിക്കൽ ഗ്രോത്ത്. അങ്ങനെ 2 തരത്തിൽ നമുക്ക് ബിസിനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഒരു 95% ആളുകളും വെർട്ടിക്കൽ ഗ്രോത്തിലാണ് താല്പര്യം. അതായത് ഇന്ന് 10 രൂപ ഇട്ട് നാളെ 1000, 10,000 ലക്ഷം കോടി അങ്ങനെ പോകണമെന്നുള്ള ഒരു അഭിപ്രായം. പക്ഷെ അവരൊരു ഗുഡ് വില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് എത്രമാത്രം ടൈമും അവരുടെ കഷ്ടപ്പാടും ഒക്കെ ഇടുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ്. കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി സൊസൈറ്റി,
നമ്മുടെ ക്ലയന്റിനോടും നമുക്ക് ചുറ്റുമുള്ളവരോടും നമ്മുടെ സ്നേഹിതന്മാരോടുമുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഡിസൈഡ് ചെയ്താണ് നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് അവർ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം വരുന്നത്. ഒരു വ്യക്തിത്വത്തിന് മഹത്വം ഇല്ലാത്ത ഒരാളുടെ ഒരിക്കലൊന്നും ആരും ഒന്നും മേടിക്കാൻ പോകത്തില്ല, ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. സത്യം പറഞ്ഞാൽ യൂസുഫലിയൊക്കെ അതിനകത്തൊക്കെ ഒരുപാട് മാസ്റ്ററാണ്. കാരണം അദ്ദേഹത്തെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വളരുന്നു. അല്ലാതെ വെറുതെ നമുക്ക് വളർത്താം, അത് പലർക്കും സാധിച്ചില്ലല്ലോ. പുള്ളി എല്ലാവരും ഒരുപാട് പേര് പോയല്ലോ, ലക്ഷക്കണക്കിന് ആള് പോയി വന്നതാണല്ലോ ഗൾഫ് രാജ്യങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന് അത് നേടാൻ കഴിയുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ പലപ്പോഴും ഒരു കൂട്ടായ്മയിലൂടെ ബിസിനസ് നേടുക എന്നുള്ളത് കുറച്ചുകൂടെ സങ്കീർണമാണ്. കാരണം ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും ഇത് നമ്മൾ തന്നെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രോത്തും കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ ഗ്രോത്തില് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം മാക്ഡൊണാൾഡ് കമ്പനി, മാക്ഡൊണാൾഡ് ഒരു വെർട്ടിക്കൽ ഗ്രോത്താണ്. അവരുടെ പ്രോഡക്റ്റ്, അവരുടെ ചിക്കൻ, കെൻറ്റുക്കി ചിക്കനും വെർട്ടിക്കൽ ഗ്രോത്താണ്. അവരുടെ പ്രോഡക്റ്റ് അത് ലോകത്തിന്റെ എല്ലായിടത്തും എത്തിക്കുക, അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ മാത്രം ചിന്തിക്കുക, മറ്റൊന്നിനെ കുറിച്ച് അവർ ചിന്തിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുകാർ നമ്മുടെ ഇവിടെ കേരളത്തിൽ ധാരാളം ഉണ്ട്. വെർട്ടിക്കൽ ഗ്രോത്ത്, ഒരു പ്രോഡക്റ്റ്, ഒരു ബിസിനസ്, അതിനകത്ത് തന്നെ ജീവനും എല്ലാം ഇട്ട് ജീവിക്കുക. ഹൊറിസോണ്ടൽ ഗ്രോത്ത് കുറച്ചുകൂടെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുത്ത ഊബർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസഞ്ചർ വിളിച്ചാൽ വന്ന് പാസഞ്ചറിനെ കൊണ്ട് എയർപോർട്ടിൽ വിടുക, അവിടെ വിടുക എന്നുള്ള. പക്ഷെ അവനൊരു ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാന്നറിയോ? ഭക്ഷണം കൊണ്ട് കൊടുക്കുക. ഇതിൽ കൂടുതലുള്ള ഒരു സൈഡ് ബിസിനസ്സാണ്. അങ്ങനെ ചെയ്യുന്ന ധാരാളം കമ്പനികളുണ്ട്. ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അവർ ടേക്ക് ഓവർ ചെയ്യും. ഒരേ തരത്തിലുള്ള ബിസിനസ്സുകൾ ഒന്നിച്ചു ചേർന്നിട്ട് ടേക്ക് ഓവർ ചെയ്ത് ബിസിനസ് ഉണ്ട്. ഇപ്പൊ ടാറ്റ ഒക്കെ അതാണ്. ടാറ്റ സത്യം പറഞ്ഞാല് ഇരുമ്പുണ്ടാക്കും. പിന്നെ ആ ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന ബസ്സിൽ ലോറിയൊക്കെ ഉണ്ടാക്കും, വണ്ടി ഉണ്ടാക്കും, തൂമ്പ ഉണ്ടാക്കും. അങ്ങനെ അവരുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് തന്നെ അവർ കുറെ കമ്പനികൾ ഉണ്ടാക്കും. അതൊരു ഹൊറിസോണ്ടൽ ഗ്രോത്താണ്. അപ്പൊ പലപ്പോഴും ഈ പണ്ട് കാരണന്മാര് പറയല്ലോ, ഒരു മുട്ട ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഇടരുത്, പല മുട്ടകൾ പല ബാസ്ക്കറ്റിൽ ഇടണം. കാരണം ഏതാ ഗതി പിടിച്ച് വരുന്നതെന്നറിയാം. ഷെയറിലൊക്കെ ആളുകൾ എപ്പോഴും പറയുന്ന ഒന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത്, പല ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ചുരുക്കത്തില് ഈ ബിസിനസ്സിൽ വരുമ്പോഴേ തുടക്കം നമ്മൾ ഒന്നേലാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ ഫോക്കസ് അതായിരിക്കും. യഥാർത്ഥത്തിൽ പലപ്പോഴും ബിസിനസ്സുകാര് സമാധാനവും സന്തോഷവും ഒന്നും അല്ല ആഗ്രഹിക്കുന്നത്, ബിസിനസ്സിൽ നിന്ന് കാശ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആ ഉണ്ടാക്കിയ പണത്തിന് പ്രയോജനമുള്ളൂ. അല്ലെ പ്രയോജനമില്ല. പ്രയോജനമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും, മരിച്ചു പോകും, പെട്ടെന്ന് മരിച്ചു. പല സക്സസ്ഫുൾ ബിസിനസ്സുകാരും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകാനുള്ള കാര്യം ഈ സ്ട്രെസ് മുഴുവൻ എടുക്കുന്നതാണ്. ഇത്രയും സ്ട്രെസ് എടുത്ത് ബിസിനസ് ചെയ്ത് ഞാൻ ഒരുപാട് പേരെ കാണാൻ, എന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരും ഭയങ്കര സ്ട്രെസ്സാണ് 24 മണിക്കൂറും. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, നമ്മൾ പോകുന്നതും എങ്ങനെയാണെന്നും നമുക്കറിയാം. ആബേലച്ചന്റെ ഗാനം പോലെ നമ്മള് ഒന്നുമില്ലാതെ വന്ന് ഒന്നുമില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അകട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും നമ്മളോട് ഒത്തുചേരുന്നവർക്കും ഒരു ഇൻസ്പയറിങ് സ്റ്റോറി ആയിട്ട് മാറണം. അതിന് നമുക്ക് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് കൊള്ളാമെന്ന് വേണേൽ പറയാം. പിന്നെ കുറെ ആളുകൾ ബിസിനസ്സിലൊക്കെ പൊസസീവാണ്. അവരറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളുടെ ബിസിനസ്സിൽ തന്നെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം, ജോബ് ഡെലിഗേറ്റ് ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് പലപ്പോഴും നമുക്ക് മനസമാധാനത്തോടുകൂടി ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. പണ്ടൊക്കെ ബിസിനസ്സുകാർ സാമൂഹ്യ സേവനം നടത്തുമായിരുന്നു. എന്നെങ്കിലും ആരെങ്കിലും അറിയാതെ അറിഞ്ഞോ ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു. ഇപ്പൊ അത് കൊടുക്കുന്നതൊക്കെ നിന്നു. നമ്മളെല്ലാം സ്വാർത്ഥരാണല്ലോ.
അപ്പൊ കൊടുക്കുന്ന നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗവൺമെന്റ് ഒരു റൂള് കൊണ്ടുവന്നു, CSR എന്ന് പറഞ്ഞു, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ പ്രോഫിറ്റിന്റെ ഇത്ര % കൊടുക്കണോ. ഇങ്ങനെ കാലാകാലങ്ങളിൽ പല കാര്യങ്ങളും മാറി വരുമ്പോഴേ നമ്മളുടെ ബിസിനസ്സിലും അതിനനുസരിച്ചുള്ള ആ നേട്ടങ്ങൾ ഷെയർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ, പിന്നെ പുതിയ ഇപ്പൊ GST വന്നു, അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നു. അവരുടെ ഗവൺമെന്റിന്റെ അല്ലെ രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് കൂടെ വിചാരിച്ചു, കുറച്ച് സൗകര്യങ്ങൾക്ക് വേണ്ടി. വെൽ ഫൈൻ, നമുക്ക് അതിന് ഒത്ത് സത്യസന്ധമായിട്ട് ഈ കൊച്ചൗസേപ്പ് നമ്മുടെ ഒരു സുഹൃത്താണ്. കൊച്ചൗസേപ്പ് ആദ്യകാലങ്ങളിലൊക്കെ ഒരു 20-25 വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുത്ത വ്യക്തി കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, പത്രത്തിൽ വരുമായിരുന്നു ഫോട്ടോ സഹിതം. അപ്പൊ ചുരുക്കം പുള്ളി ആദ്യകാലം മുതലേ അങ്ങനെ ഒരു ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് ഇൻകം ടാക്സുകാരനും സെയിൽ ടാക്സുകാരനും പുള്ളിയുടെ അവിടെ പോയി റെയ്ഡ് ചെയ്യാൻ നിൽക്കത്തില്ല. കാരണം അയാൾ സത്യസന്ധമായിട്ട് കൊടുക്കുന്നതാണെന്ന് പണ്ട് മുതലേ പറയുന്നതാണ്. ഇപ്പോഴും റെയ്ഡ് ചെയ്യത്തില്ലല്ലോ, എല്ലാവർക്കും താല്പര്യമാണല്ലോ. പിന്നെ പുള്ളി എന്തെങ്കിലും പുള്ളിയുടേതായ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ പുള്ളിക്കുണ്ട്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബിസിനസ്സിലെ ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോഴേ യഥാർത്ഥത്തിൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല ബിസിനസ് ഗ്രോത്ത്. അങ്ങനെ ഉണ്ടായാൽ തന്നെ അതുപോലെ തന്നെ അങ്ങ് തീരുകയും ചെയ്യും. അപ്പൊ ബിസിനസ് ഗ്രോത്ത് വർഷങ്ങൾ കൊണ്ടൊരു തപസ്സാണ്, ഒരു പ്രാർത്ഥനയാണ്. അത് തലമുറകൾ കൈമാറേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് ഇപ്പൊ എറണാകുളത്ത് ബ്രോഡ്വേയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചു ഷേണായിസ്. ഷേണായിസ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു 10-200 കൊല്ലമായിട്ട് അവിടെ ഇരിക്കുക. യൂതന്മാരുള്ളപ്പോൾ മുതലുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഷേണായി. അവരുടെയാണ് ഈ ഇവിടുത്തെ നമ്മുടെ സിനിമാ കൊട്ടകളൊക്കെ, ഷേണായി, പാർത്ത്, പിന്നെ ശ്രീധർ, അങ്ങനെ 3-4 സിനിമാ കൊട്ടകളുണ്ട് അവർക്ക്. അപ്പൊ ഞാൻ പറയുന്നത് അവരിപ്പോഴും അതിലൊക്കെ തന്നെ നിൽക്കുന്നു. അവർക്ക് അതിൻ്റെതായ സോഷ്യൽ അക്സെപ്റ്റൻസ് ഉണ്ട്, വേണ്ടത്ര ബഹുമാനം ആളുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബിസിനസ്സിലൂടെ പണമല്ലായിരിക്കണം നമ്മുടെ ഫോക്കസ്. ബിസിനസ്സിലൂടെ നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് ആണ്. ഞാനതങ്ങനെ പറയത്തുള്ളൂ, ഹാപ്പിനെസ്, സന്തോഷമായിരിക്കണം നമ്മുടെ ഫോക്കസ് ബിസിനസ്സിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഹാപ്പിനെസ്സിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ പണം ചിലപ്പോൾ അങ്ങനെ അങ്ങ് അക്യൂമുലേറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. ഇപ്പം അദാനി ഹാപ്പിനെസ് ആണ് പുള്ളിയുടെ ബിസിനസ്സിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദാനി ഒന്നും ഇത്രയും കൊല്ലം കൊണ്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് കോടീശ്വരനായി, വലിയ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ നിറഞ്ഞേക്കുകയല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആകാം. അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. ചിലപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ പറയാ, ചിലപ്പോൾ പറയാ അതല്ല, എല്ലാം പുള്ളി ഡൗൺ ആയി, മാനിപ്പുലേറ്റ് ചെയ്തു, അതായത്. അതുകൊണ്ട് നമുക്ക് JRD ടാറ്റയോടോ രത്തൻ ടാറ്റയോടോ തോന്നുന്ന ഒരു ബഹുമാനം ചിലപ്പോൾ അദാനിയോട് തോന്നിയെന്ന് വരത്തില്ല. അപ്പം ഞാൻ ഒരു വ്യത്യാസം പറഞ്ഞതേ ഉള്ളൂ. ടാറ്റയൊക്കെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവളുടെ ബിസിനസ്സുകളിൽ 10-40 കമ്പനികളുണ്ട്. അതിൻ്റെ എല്ലാം ലാഭം സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു ട്രസ്റ്റ്, ടാറ്റ ട്രസ്റ്റ് ഉണ്ട്. ആ ടാറ്റ ട്രസ്റ്റിന്റെ അണ്ടറിലാണ് അവരുടെ ആ കമ്പനികൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകാര്യതയാണ്. ടാറ്റയുടെ ഹോട്ടലിലെ ഭീകരർ കയറിയപ്പോഴത്തേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചതും. അതിനുശേഷം അവിടുത്തെ എംപ്ലോയീസിന് നമ്മളുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത സപ്പോർട്ടാണ് അദ്ദേഹം കൊടുത്തത്. അപ്പം ബിസിനസ് അത്തരത്തിലുള്ള ഒരു കൾച്ചർ ബിസിനസ്സിൽ കൊണ്ടുവരണം. നമ്മൾ ചെറിയ ചെറിയ ബിസിനസ് ആയിരിക്കും, നമ്മൾ ചെറിയ ആളുകളായിരിക്കാം, പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഒരു തുടക്കമായിരിക്കും. ആർക്കറിയാം, ഇപ്പം ജാംഷഡ്ജി ടാറ്റ ഇത് തുടങ്ങിയപ്പോൾ ഇയാൾ ഇതൊന്നും വിചാരിച്ചു കാണത്തില്ല. ടാറ്റ ആണ് ലോകത്തിലെ അല്ലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥാപനം പുള്ളി ചിന്തിച്ചൊന്നുമില്ല. പക്ഷെ അതിന്റെ ചിന്തകൾ വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു. ആ ഒരു കൾച്ചർ ഹി ഇൻകൾക്കേറ്റഡ് ഇൻ ഹിസ് ജനറേഷൻ. അതുകൊണ്ട് അവർക്ക് സത്യസന്ധമായ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇനി ബിസിനസിന്റെ ഗ്രോത്തിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം. അതായിരിക്കും കുറെ കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വെറുതെ എന്നെങ്കിലും പറഞ്ഞതിന് വലിയ കാര്യമൊന്നും. ഓക്കെ, പറയൂ. ഹലോ,
ഇത്രയും ഊർജ്ജസ്വലത എവിടെ നിന്ന് കിട്ടി? അതാണ് എന്താ ഇത്ര ഒരു ഊർജ്ജസ്വലത ഉണ്ടല്ലോ, ഈ ഒരു പവർ, ആ അതിനെ പറ്റി ചോദിക്കാനുള്ളത്. ഊർജ്ജസ്വലത ഇതെന്നാന്നറിയോ, ഞാൻ എൻ്റെ ബിസിനസ്സില് പരാജയങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ള, മധുരിക്കുന്ന പരാജയങ്ങളുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് സാമ്പത്തികമായിട്ട് വെച്ച് റോൾസ് റോയ്സ് നടക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ സമ്പത്ത് നേടാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ദൈവം എനിക്ക് തന്നത് ഒരു സ്നേഹമുള്ള ഭാര്യയും കുറച്ച് കുഞ്ഞുങ്ങളെ, എൻ്റെ 3 പിള്ളേരെയും തന്നു, അവരുടെ കൊച്ചുമക്കളും ഉണ്ട്. അപ്പൊ എനിക്ക് അതാണ് ദൈവം തന്നത്. ഞാൻ ആഗ്രഹിച്ചത് സമ്പത്താണ്. പിന്നെ ജീവിതത്തിലെ എല്ലാ ആർഭാടങ്ങൾക്കും വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം എനിക്ക് ആരോഗ്യം തന്നു. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സമൂഹത്തിൽ സ്നേഹിക്കപ്പെടുവാനും എല്ലാവർക്കും നന്മ ചെയ്യാനും ഒക്കെ ആലോചിച്ചു. പക്ഷേ നന്മ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത് അളക്കണമെങ്കിൽ കാശ് വേണ്ടേ. പക്ഷെ എനിക്ക് സംഭവിച്ചത്, ഈ കലാഭവന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടൊക്കെ പ്രവർത്തിച്ചപ്പോഴും കുട്ടികളെ വിദേശത്തു നിന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് മലയാളത്തിന്റെ ഭാഷയും സംസ്കാരവും പഠിപ്പിച്ച് വിടാനും ഒക്കെ ചിന്തിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം സംഭവിച്ചു. ഞാനും ആബേലച്ചനും കൂടെ ഏതാണ്ട് 10-30 രാജ്യങ്ങൾ കറങ്ങി നടന്ന് കുട്ടികളെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കലാഭവൻ സ്കൂളിൽ ധാരാളം വിദേശ മലയാളി കുട്ടികൾ വന്നു. കാരണം അവർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളെ ഞാൻ കലാഭവന്റെ ട്രൂപ്പുമായിട്ട് കലാഭവൻ 2000 എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങള് 17 രാജ്യങ്ങളിൽ പോയി 34-ലധികം സ്റ്റേജ് പ്രോഗ്രാം നടത്തി. അപ്പം ഈ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങള് ഏതെങ്കിലും സ്പോൺസറിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ സ്പോൺസറിന്റെ വീട്ടിൽ താമസിക്കുമ്പോഴേ അവിടുത്തെ മലയാളികളുടെ പ്രശ്നങ്ങളെല്ലാം അറിയും. ഇയാളുടെ ഭാര്യ നേഴ്സായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ് ആയിരിക്കും, ഇയാൾക്ക് കലയോടും മലയാളം കലാകാരന്മാരോടൊക്കെ വലിയ പ്രേമം. അതുകൊണ്ടാണ് ഈ സ്പോൺസർ ചെയ്തത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവിടെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞുങ്ങൾക്ക്, കാരണം ഒരു കൊച്ചിന് അവിടെ 18 വയസ്സായി കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും യാതൊരു കൺട്രോളും ഇല്ല. ഒരു മകള് ഒരു അപ്പൻ അവളെ പിടിച്ചെന്നും പറഞ്ഞ് പോലീസിന് പറഞ്ഞിട്ട് അപ്പനെ പിടിച്ച് ജയിലിലിട്ടു. അവള് കൂട്ടുകാരനുമായിട്ട് അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് അവളുടെ ബെഡ്റൂമിലിട്ട് കയറിപ്പോയപ്പോ അപ്പൻ തെറി പറഞ്ഞേനാ. അവള് ദേഷ്യത്തിന് പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്ന് അപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ ഈ കേസൊക്കെ നടക്കുന്ന സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങള്, മലയാളി കുഞ്ഞുങ്ങള്, പച്ച മലയാളി നല്ല പിള്ളേര്, പക്ഷെ അവിടുത്തെ കൾച്ചർ അങ്ങനെ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളോട് വേറെ അവളുടെ യൂറോപ്പിലുള്ള കൂട്ടുകാർ പറഞ്ഞു, നീ 10-20 വയസ്സായില്ലേ, നീ എന്തിനാ അപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത്? നിനക്ക് വേറെ പോയി താമസിക്കരുത്, നിനക്ക് വർക്ക് ചെയ്യരുത്. അപ്പൊ അവള് പറഞ്ഞില്ല, എൻ്റെ അപ്പനൊരു ബിസിനസ് ഉണ്ട്, അതിലെ ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിനക്ക് സാലറി തരുന്നുണ്ടോ? സാലറി ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലേക്കല്ല. നീ എന്തൊരു ഫൂളാണ്. You go and live outside. You live with your boyfriend and earn money. അപ്പൊ ഇങ്ങനെയൊക്കെ മലയാളി കുട്ടികളെ ഒരുപാട് യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന സുവിശേഷമാണ്. അപ്പൊ അതിന് ഒരു തടയിടാൻ വേണ്ടിയിട്ടാണ് കലാഭവൻ സ്കൂള് വിദേശ മലയാളികൾക്ക് വേണ്ടി തുടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ക്ലാസ് റൂമുള്ള സ്കൂളാണ്. ആദ്യത്തെ എയർ കണ്ടീഷൻ 1996-97 ഞാൻ ആദ്യത്തെ എയർ കണ്ടീഷൻ ബസ്. കാരണം ഈ പിള്ളേരെല്ലാം നിൽക്കത്തില്ല. പിന്നെ ഇവരെ വലിയ വലിയ റിസോർട്ടുകളിലൊക്കെ കൊണ്ടുപോകുക. അവർക്ക് കാശുണ്ട്, അതൊന്നും പ്രശ്നമല്ല. അന്ന് ഞാൻ മേടിച്ചിരുന്ന 1.25 ലക്ഷം രൂപ ഒരു കൊച്ചിന് ഒരു വർഷത്തേക്ക്. പിന്നെ ഇതിന് അക്കോമഡേഷന് വേറെ, എയർ കണ്ടീഷൻ അക്കോമഡേഷനാണ്, ഭയങ്കര സെറ്റപ്പാ, ചൂടുവെള്ളമൊക്കെ കൊടുത്ത് യൂറോപ്പിലെ പോലെ. അപ്പൊ ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമൂഹത്തിനോടൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ബിസിനസ്സിലാണേലും എപ്പോഴാണേലും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ സമൂഹത്തോടൊരു പ്രതിബദ്ധതയുള്ളവരായിട്ട് മാറുമ്പോഴേ നമുക്ക് എനർജി കിട്ടും. നമുക്ക് എനർജി തരുന്നത് ദൈവമാണ്. കാരണം എന്നാണെന്നറിയാമോ, നമ്മൾ സ്വാർത്ഥനായിട്ട് ചിന്തിക്കാൻ നമ്മുടെ സുഖം മാത്രമേ ചിന്തിക്കുന്നത്. നമുക്ക് ആ സുഖം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ സമൂഹത്തിൽ നമ്മൾ പലതും ശരിയല്ല എന്ന് തോന്നുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ ഞാൻ ഡൽഹിയിൽ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്ക് അവിടെ ഇലക്ട്രിക് റിക്ഷ ഇഷ്ടം പോലെ. ഞാൻ വിചാരിച്ചു, ദൈവമേ,
കയറിയ 10 രൂപയേ ഉള്ളൂ, എവിടെ വേണേലും ഇറങ്ങും. ഞാൻ വിചാരിച്ചു ഇതൊരു 10 മേടിച്ച് എറണാകുളത്ത് കൊണ്ടുവന്നാലോ. ഞാൻ 2 മാസം കഴിഞ്ഞ് ഒരു എക്സിബിഷൻ അവിടെ പോയി, ഇലക്ട്രിക് റിക്ഷയുടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ 10 മേടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുപോകും. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റിക്ഷയ 2015. എല്ലാവർക്കും ഭയങ്കര, ഓട്ടോറിക്ഷക്കാരെല്ലാം എന്നെ ചുരുങ്ങി തന്നെ, സാറേ ഇത് എങ്ങനെ സാറേ പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, അതെല്ലാം ചോദ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ആവേശം ഇത് തീർക്കാൻ. അവസാനം ഈ എപ്പോഴും പുതിയതായിട്ട് പ്രോഡക്റ്റ് നമ്മൾ സമൂഹത്തിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം വിചാരിച്ചോണം, നമുക്ക് അടി കിട്ടും, സാമ്പത്തിക നഷ്ടം വരും. നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യമാണ്, ഒരു കോൺസെപ്റ്റ് സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷേ അതിന് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ തരം റിക്ഷ വന്ന്, ഇതിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല റിക്ഷകള്. പിന്നെ ആ 10 വിൽക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാം. ബാക്കി ഒരു 4 or 5 എണ്ണം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു, പിള്ളേർക്ക് അഴിച്ചു പഠിക്കാനായിട്ട്. പക്ഷെ കൊണ്ടുവന്നത് ഞാനാണ്, കുറച്ചൊക്കെ വിറ്റു, കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇപ്പൊ ഇഷ്ടംപോലെ ഇലക്ട്രിക് വണ്ടികൾ കേരളത്തിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പിയാജിയുടെ വണ്ടിയാ, ആപ്പ വണ്ടിയൊക്കെ നമ്പർ 1 വണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരു സാധനം. അതുപോലെ തന്നെ കുടുംബശ്രീ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എല്ലാം കഷ്ടപ്പാടും. പട്ടണത്തിനുള്ളിലാണ് താമസിക്കുന്നവര്. ഇപ്പൊ എറണാകുളത്ത് കളമശ്ശേരി മിൽമയുടെ പുറകിലാണ് താമസിക്കുന്നത് ഒരു കോളനി. ഒരു ജോലിയില്ല, വീട്ടുവേലയ്ക്ക് പോവുക. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഒരു പെണ്ണ് അവിടുന്ന് വരുന്നുണ്ടായിരുന്നു. ആ ലേഡി 2-3 ദിവസമായിട്ട് കാണുന്നില്ല. അപ്പൊ ചെറുപ്പക്കാരുടെ ഒരു 10-20 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, നല്ല മിടുമിടുക്കി, അത് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്തു. അപ്പൊ ഞാൻ വൈഫിനോട് ചോദിച്ചു, എന്നെ ഈ മറ്റേ കൊച്ചിനെ മാറിയോ, ഇപ്പൊ ഇപ്പോഴാണോ? ഇല്ലില്ല, അത് അതിൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കുക ഒരാഴ്ചയായിട്ട്, അത് ഈ പെണ്ണ് വന്നു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം അവള് വന്നപ്പോൾ അവളോട് ചോദിച്ചു, നീ എന്നാ പഠിച്ച? അവള് BA പഠിച്ചതാ, BA BCom ഞാണ്ട് പഠിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഗ്രാജുവേറ്റായി നീ ഇപ്പോഴും ഒരു വീട്ടിൽ പോയി ടോയ്ലറ്റ് കഴുകേണ്ട സ്ഥിതിവിശേഷം സമൂഹത്തിൽ ഉണ്ടായെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളുടെ തെറ്റാത്. അല്ലെങ്കിൽ ഒരു BA-കാരന് കക്കൂസ് കഴുകേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇലക്ട്രിക് വണ്ടിയൊക്കെ വിൽക്കുന്നുണ്ട്, അതിൽ ഞാനൊരു കിച്ചൺ സെറ്റ് ചെയ്ത് തന്നു. അപ്പൊ അവളുടെ അമ്മ നന്നായിട്ട് ഭക്ഷണം വെക്കും. അപ്പൊ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ അമ്മയോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അവള് തിരിച്ചു വന്ന അമ്മ പനിയും കഴിഞ്ഞ് വന്ന് പറഞ്ഞു, സാറേ അങ്ങനെ ഒരു വണ്ടി തരുവാണെങ്കിൽ ഞങ്ങള് ജീവിച്ചോളാം, നല്ല കൊച്ചിനും ഒരു ജോലിയെ എനിക്കുമായി, ഞങ്ങളുടെ വീട്ടിലെല്ലാം ഭക്ഷണമായി, സന്തോഷം. അങ്ങനെ ഞാൻ തുടങ്ങിയാണ് ഇലക്ട്രിക് റിക്ഷ, കുടുംബശ്രീയുടെ ത്രൂ. കുടുംബശ്രീ അതിന് ഫണ്ട് ചെയ്തു 2.5 ലക്ഷം രൂപ. അപ്പൊ ഞാൻ പറയുന്നത്, അത് നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ 10 ഇലക്ട്രിക് വണ്ടികൾ. ഇന്ന് ഇപ്പൊ എറണാകുളത്ത് 100 കണക്കിന് ഇലക്ട്രിക് വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ മെട്രോ ഇലക്ട്രിക് വണ്ടി മേടിച്ചു. അങ്ങനെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് മഹാഭാരത യുദ്ധത്തിൽ പറഞ്ഞതുപോലെ, കർമ്മണ്യേവാദി കാരസ്ഥേ മാ ഫലേഷു കഥാചന. സൽക്കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണ് നിന്റെ ലക്ഷ്യം, കർമ്മഫലം എന്നാണെന്ന് നീ തിരക്കരുത്. കാരണം ആ ബിസിനസ് മുഴുവൻ എനിക്ക് നഷ്ടമായിരുന്നു. ഈ പെണ്ണുങ്ങൾക്ക് ഈ കിച്ചണെല്ലാം പിടിപ്പിച്ചു കൊടുത്ത് നിങ്ങൾ ബാങ്കിൽ ചെന്ന് ലോൺ എടുത്തു, അതിന്റെ 10%, ഏതാണ്ട് 25,000-30,000 രൂപ കൊടുക്കണം ഇവരെല്ലാം. 10 വണ്ടിക്ക് 3 ലക്ഷം രൂപ കൊടുക്കണം. അവസാനം ഇതെല്ലാം റെഡിയാക്കി ബാങ്ക് മാനേജറും എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഇവരെന്നോട് പറയുക, ആ കാശ് ഇവരുടെ ഇല്ലെന്ന്. അവസാനം ഞാന് ഈ വണ്ടിയുടെ പ്രോഫിറ്റ് കിട്ടുന്നതിൽ നിന്ന് ഇവർക്ക് കാശ് കൊടുക്കും. എന്നിട്ട് ഇവര് 5,000 രൂപ ഇപ്പോഴും തന്നില്ല. അപ്പൊ 50,000 രൂപ ആ കച്ചവടത്തിൽ എനിക്ക് നഷ്ടമാണ്. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ, പക്ഷെ ദൈവം ഒരിക്കലും നമുക്ക് കുറയ്ക്കത്തില്ല. എനിക്ക് ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ. ഞാൻ അർഹിക്കപ്പെടുന്നതിൽ കൂടുതൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു ചിന്ത ഒരു ബിസിനസ്സുകാരന് ആവശ്യമാണ്. ഇന്നലെ ലത്തീഫ് ഭായി പറഞ്ഞതുപോലെ, ഈ ബിസിനസ്സാണ് ഈ സമൂഹത്തെ പിടിച്ചു നിർത്തുന്നതും ഈ ബിസിനസ്സാണ് സമൂഹത്തിന്റെ ഉന്നമനം ഉണ്ടാക്കുന്നത്. ബിസിനസ്സുകാരാണ്, അല്ലാതെ വേറെ ആരുമല്ല. അത് വളരെ, അപ്പം നമുക്ക് സമൂഹത്തിൽ വളരെയധികം ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ മീൻ വിൽക്കുകയാണ്, മീനകത്ത് മറ്റേ ക്ലോറോഫോം പോലെ എന്താ ഒരു ഇത് ഉണ്ടല്ലോ, അത് കേട്ട് മനുഷ്യന് രോഗം പിടിക്കുന്ന അത് കൊടുക്കരുത്. വിഷമടിച്ച പച്ചക്കറി മേടിച്ചു കൊടുക്കരുത്. നല്ല നല്ല സാധനങ്ങൾ കൊടുക്കണം. അപ്പൊ ജനങ്ങൾ അതൊക്കെ കഴിക്കും. ആ സന്തുഷ്ടമായ, സന്തോഷമുള്ള, ആരോഗ്യമുള്ള ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. അതല്ലെങ്കിൽ രോഗികളും വേദനിക്കുന്നവരും കരയുന്നവരും മാത്രം നമുക്ക് ചുറ്റും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ബിസിനസ്സുകാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ്
നമ്മളൊക്കെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് വന്നാലേ പറ്റൂ. ബിസിനസ്സുകാരൻ ഒരിക്കലും സമൂഹത്തിൽ നിശബ്ദനായി നിൽക്കരുത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. ബിസിനസ്സുകാരൻ എപ്പോഴും ശക്തനായിട്ട് അഭിപ്രായങ്ങളും ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസുമായിട്ട് അവൻ മുന്നോട്ട് വരണം. അങ്ങനെ വരുന്നവരെല്ലാം വിജയിക്കുന്നുണ്ട്. ലോകത്ത് നമ്മൾ കാണുന്നില്ലേ? ഇപ്പം ഈ ബിൽഗേറ്റ് തന്നെ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, പക്ഷെ അയാൾ ലോകത്തിലെ കോടീശ്വരനായിട്ട് മാറി. അങ്ങനെ പലരും ഞാൻ ഇവിടെ കേരളത്തിലുള്ളവരുടെ പേരൊന്നും പറയുന്നില്ല. അവർക്കൊന്നും വലിയ ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റും ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അവരുടെയൊക്കെ നിതാന്തമായ പരിശ്രമത്തിന്റെ ഫലമായിട്ട് പുതിയ പുതിയ ഐഡിയാസ് അവർ സമൂഹത്തിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള സേവനമാണ്. ഞാൻ ഈയിടെ ഒരു പെയിന്റ് കട ചെന്നപ്പോഴത്തേക്ക് ഈ പെയിന്റിന് വില കൂടുതലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറയാ, ജോർജ് കുട്ടി എന്നോട് അങ്ങനെ പറയരുത്. ഇവിടെ ബംഗ്ലാദേശ് വാറ് നടന്ന കാലത്ത്, അതായത് 1973 പുള്ളി പ്രായമുള്ള ഒരു മനുഷ്യരാണ്. വാറ് നടന്ന കാലത്ത് ഈ കടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെയിന്റ്. അറിയാവോ? ഞാൻ സ്റ്റോക്ക് ചെയ്തു. അതൊരു സേവനമാണ്. എൻ്റെ ബിസിനസ്സാണെന്ന് നിങ്ങൾ പറയും, പക്ഷെ അതൊരു സേവനമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്ത വേണം ബിസിനസ്സുകാരന്. ഞാനൊരു സാമൂഹിക സേവനം നടത്തുന്ന ചിന്തയുണ്ടെങ്കിൽ അവൻ നല്ല പ്രോഡക്റ്റേ കൊടുക്കത്തുള്ളൂ, നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കും, നല്ല ആളുകളെ സന്തുഷ്ടരാക്കി വിടാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോഴേ നമ്മളിൽ അറിയാതെ പോസിറ്റീവ് എനർജി വന്ന് വീഴുക ചെയ്യുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മറ്റുള്ളവരിൽ നിന്ന് പോസിറ്റീവ് എനർജി, ആര് നമ്മളെ വിളിച്ചാലും അവര് നമുക്ക് പോസിറ്റീവ് എനർജി. ഈ ലത്തീഫായി എന്നെ എപ്പോഴും വിളിക്കുമ്പോഴത്തേക്കില്ല എനിക്കത് തോന്നിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ വിളിക്കുമ്പോഴെല്ലാം ഭയങ്കര പോസിറ്റീവ്. സാറേ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കത് കൊള്ളാമല്ലോ. അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ വേണം നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെ ഒരാളായിട്ട് നമ്മൾ മാറണം സമൂഹത്തിൽ. അപ്പോൾ മാത്രമേ നമുക്ക് സത്യം പറഞ്ഞാല് മുന്നോട്ട് ചിന്തിക്കാനും, നമ്മളുടെ കുഞ്ഞുങ്ങളാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ബെനിഫിറ്റഡ് ആകും. നമ്മളുടെ എനർജിയും നമ്മുടെ ചിന്തകളും നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന വാക്കുകളും ഒക്കെ ഈ കുഞ്ഞുങ്ങൾ ടേപ്പ് റെക്കോർഡർ പോലെ ടേപ്പ് ചെയ്തെടുക്കുന്നു. അപ്പൊ അത് നന്മയുടേതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്മയായി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചെന്ന് ഭവിക്കുകയും കുഞ്ഞുങ്ങളും അങ്ങനെയാവും. എൻ്റെ മക്കൾക്ക് ജർമ്മനിയിലെ മലയാളി അസോസിയേഷൻ മറിച്ച് ഇതിനകത്തെല്ലാം 2-3 മക്കളും. എന്നാ കാര്യം? ജാതിയാലുള്ള തൂത്താ മാറത്തില്ല. അത് തന്നെ. അതുകൊണ്ട് മാതാപിതാക്കൾ എങ്ങനെയായിരിക്കുമോ അതുപോലെയാണ്. പണ്ട് കാരണന്മാർ പറയത്തില്ല, എടാ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കുമെന്ന്. നമ്മളെങ്ങനെ ആയിരിക്കുന്നു അതാണ് നമ്മുടെ മക്കൾ. ഇപ്പം നമ്മളിങ്ങനെ ആന കുതിര എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പിള്ളേരൊന്നും മിണ്ടാതെ സൈഡിൽ കൂടെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മൾ മോശമാണ്, അവരും മോശമായിട്ട് വരും. അവരുടെ അന്നേരപ്പോഴത്തെ മോശത്വം നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തും. ഞാൻ അങ്ങനെ പലരും കണ്ടിട്ടുണ്ട്. We must have an graceful old age in our വാർദ്ധക്യത്തിൽ നമുക്ക് കിട്ടണം. ഗ്രേസ്ഫുൾ ഓൾഡ് ഏജ് ആയിരിക്കും. നല്ല സന്തോഷകരമായ, എല്ലാം കൊണ്ടും എല്ലാവരും അതിൽ ഇഷ്ടപ്പെടുന്ന, അങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന. അപ്പോഴേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറയൂ മൈ ഡിയേഴ്സ്, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും? ഈ ടൈമിങ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ ബിസിനസ്സിൽ. ടൈമിങ് എനിക്ക് തോന്നുന്നു സാറ് സോളാറിലോട്ട് വന്നത് 1999 അപ്പൊ സോളാർ എന്നുള്ളത് കൺസെപ്റ്റ് തന്നെ നമ്മുടെ നാട്ടിലില്ല. ഇപ്പൊ അടുത്ത കാലത്താണ് ക്ലീൻ എനർജി, റിന്യൂവബിൾ എനർജി ഒക്കെ വന്നത്. അതിന്റെ കാര്യം ഞാൻ പറയാം. ഈ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ചിന്തയാണ് എന്നെ സോളാറിലേക്ക് കൊണ്ടുവന്നത്. ഞാനൊരു ചെറിയ ഇത് പറയാം. സത്യം പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് തന്നെ പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതിന്റെ കർമ്മങ്ങളാണ് ആകാശം സ്ഥലം കൊടുക്കുന്നു, അഗ്നി ശുദ്ധീകരിക്കുന്നു, ജലം പിണ്ഡീകരണം നൽകുന്നു, ഭൂമി ധരിക്കുന്നു. ഇതെല്ലാം കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾക്കെല്ലാം കർമ്മഫലമുണ്ട്. ഇത് എന്നോട് ഒരാൾ പറഞ്ഞു തന്നതാ കേട്ടോ. ഒരു അപ്പൊ ഈ കർമ്മഫലങ്ങൾ തന്നെ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. ഇതാണ് പഞ്ചകർമ്മങ്ങളുടെ പഞ്ചഭൂതങ്ങളുടെ കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന കർമ്മം. ഈ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധത്തെ മനസ്സിലാക്കാൻ, ശബ്ദത്തെ കേൾക്കാൻ ചെവി,
ഇതിന്റെ സ്പർശത്തെ അറിയാൻ ത്വക്ക്, രുചി അറിയാൻ നാക്ക്, ഗന്ധം അറിയാൻ മൂക്ക്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായത്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളുടെ കർമ്മങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അറിവ് നമ്മളുടെ അഹത്തിലേക്ക് പോകുന്നു, മനസ്സിലേക്ക് പോകുന്നു. നമുക്ക് മനസ്സിന് രണ്ട് തലങ്ങളാണ്, കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നമ്മൾ ഇതിങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് കർമ്മേന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ വാക്ക്, കയ്യ്, കാല്, ജനനേന്ദ്രിയം, വിസർജനേന്ദ്രിയം. നമ്മുടെ 5 കർമ്മേന്ദ്രിയങ്ങളാണ്. ഇതിലൂടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യും. ഈ പെൺവാണിഭവമൊക്കെ അങ്ങനെ വരുന്നതാ, കർമ്മം ചെയ്യുന്ന കർമ്മേന്ദ്രിയങ്ങളിലൂടെ. അപ്പൊ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളുടെ കർമ്മങ്ങളെ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ പ്രോസസ് ചെയ്തിട്ട് നമ്മളുടെ ആക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തെറ്റിച്ച് ചെയ്താൽ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഇപ്പൊ ഞാൻ എൻ്റെ കർമ്മേന്ദ്രിയം നാക്ക്, അതിലൂടെ ഞാൻ നിങ്ങളോട് നന്മ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പൊ എനിക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഒരാൾക്ക് നന്മ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാണ്. സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവ് എനർജി എന്നിൽ വന്ന് നിറയും. അതല്ല എങ്കിൽ എന്നിൽ നെഗറ്റീവ് എനർജി വരും. ഞാൻ പെൺവാണിഭ്യത്തിന് പോകുവോ, ഞാനൊരുതിനെ കുത്തിക്കൊല്ലാനോ തല്ലിക്കൊല്ലാനോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്. കയ്യ്, കാല്, ജനനേന്ദ്രിയം, വിസർജനേന്ദ്രിയം, വാക്ക്, ഇത്രയും കാര്യങ്ങളുണ്ട്. കുറ്റവും പറഞ്ഞ് നടക്കുക. അപ്പൊ നെഗറ്റീവ് എനർജി എന്നിൽ വന്ന് നിറയും. എന്നാൽ ഇതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുവരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകളെ നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ തോന്നി, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്, നിനക്കെന്നെ വട്ടുള്ള ഇതൊന്നും തുടങ്ങരുത്, എന്തെല്ലാം പ്രശ്നങ്ങളാന്ന് നെഗറ്റീവ് പറയത്തുള്ളവർ. ഒരിക്കലും നാക്കെടുത്താൽ, ഒരു സിനിമയിലുണ്ടല്ലോ നമ്മുടെ ജഗതി, ഒരുത്തന്നെ ഒരു ഫോറിനിൽ പോയൊരു ജോണി വാക്കർ കുപ്പിയെടുത്തു, ഇന്ന് നമുക്കൊന്ന് കുടിക്കാളാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ജഗതി അതിങ്ങനെ എടുത്തു, ഡ്യൂപ്ലിക്കറ്റ് അല്ല, എന്നാലും ഒരു ഒറിജിനലാന്ന് പറയത്തില്ല, ഡ്യൂപ്ലിക്കറ്റ് അല്ല എന്നേ പറയത്തുള്ളൂ. നെഗറ്റീവ് എനർജിയാ. അപ്പൊ പലരും അങ്ങനെയുള്ള ആളുകളെ നമ്മളുടെ സുഹൃത്ത് ബന്ധത്തിൽ നിർത്തരുത്. നമുക്ക് യഥാർത്ഥത്തിൽ സുഹൃത്ത് ബന്ധം 10-25 പേരെ ആവശ്യമുള്ളൂ. ആ 25 പേര് പോസിറ്റീവ് എനർജി നിറഞ്ഞവരായിരിക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പോസിറ്റീവ് എനർജി ടാർണിഷ് ആയി പോകത്തില്ല, അല്ലെങ്കിൽ അത് ക്ലാവ് പിടിച്ചു. അപ്പൊ നമ്മൾ അയാൾ അത് വേണ്ടെന്ന് പറഞ്ഞു, ഇയാള് വേണ്ടെന്ന് പറഞ്ഞു, അതിന്റെ പ്രശ്നം പറഞ്ഞു, ഇത് അങ്ങനെയാന്ന് പറഞ്ഞു, ഇങ്ങനെയാണ്, എന്നാ വേണ്ട അല്ലേ, നമ്മൾ മുന്നോട്ട് പോകത്തില്ല, നമ്മൾ അവിടെ തന്നെ കിടക്കും. അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അധികം ആളൊന്നും വേണ്ട കേട്ടോ. കാരണം എപ്പോഴും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഇപ്പൊ നമ്മളൊക്കെ പുതിയ സുഹൃത്തുക്കളാണ്, കുറെ കഴിയുമ്പോൾ ഇങ്ങനെ സുഹൃത്തുക്കളായിട്ട് വരും. പാമ്പ് പഴയതാ നല്ലതെന്നാണ് മലയാളത്തിൽ കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു 25 വർഷമുള്ള ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് നമ്മുടെ കൂടെ വീണ്ടും എന്തെങ്കിലും ഒരു ബിസിനസ്സിനോ ഒരു കാര്യത്തിനോ വന്നാൽ അവൻ ആരാണെന്ന് നമുക്കറിയാം. ഇനി അവൻ നമ്മളെ കൊത്തിയാൽ ആ പാമ്പിന്റെ വിഷം എന്നാന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണ് പാമ്പും പഴയതാന്ന് പറയാൻ കാര്യം. അപ്പൊ എപ്പോഴും ഒരു 10-20 വർഷമുള്ള സുഹൃത്തുക്കൾ, അതായത് 10-20 വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ ഭയങ്കര രസമാണ്. കാരണം ഇവരൊക്കെ വരും. എനിക്ക് ഈ കലാഭവനിലൊക്കെ ഇരുന്ന കാലത്തൊക്കെ ഞാനുണ്ടാക്കിയ വിദേശത്തൊക്കെയുള്ള, ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഒരു ഫോൺ ചെയ്ത് പറയും ഞാൻ വരുന്നുണ്ടെന്ന്. അവൻ കാറുമായിട്ട് വന്നിരിക്കും, ചിലപ്പോൾ അവൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കും. പോകുന്ന വഴി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച വീട്ടിൽ ചെല്ലും, അവിടാണ് കിടപ്പേരും. ഞാൻ ഏത് രാജ്യത്ത് പോയാലും ഇന്നും ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടില്ല, അവരുടെ വീട്ടിലാണ് താമസം. കാരണം അത്ര സ്നേഹബന്ധോ, വർഷങ്ങളായിട്ടുള്ള ബന്ധം. അവർ വന്നാലും ഇവിടെ വരും. ഇപ്പൊ ഒരുത്തം വരുന്നുണ്ട്, അടുത്ത മാസം വരുന്നുണ്ട്, മാളുടെ കല്യാണം നടത്തുന്നത് ഇവിടെ യൂസുഫലിയുടെ ഹയാത്ത് ഹോട്ടലിലാണ്. പക്ഷെ അവരിവിടെ വരും. എന്നോട് പറഞ്ഞു ഞാൻ വരാമെന്ന്. കഴിഞ്ഞോണെ ഉറപ്പിക്കാനായിട്ട് വന്ന് ഒരു കുപ്പിയൊക്കെ തന്നേച്ചാ പോയി. ഞാൻ പറയുന്നത് ഈ സ്നേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളോട് സ്നേഹമുള്ളപ്പം അവനൊരു 100-500 രൂപ, അല്ലെ അവനൊരു നല്ല ഉടുപ്പ് മേടിച്ചു കൊടുത്താൽ, അല്ലെ അവനെ എന്തെങ്കിലും മേടിച്ചു, നമ്മൾ ചിന്തിക്കാറുണ്ട്? ഇല്ല, സ്നേഹമാണ്. അപ്പൊ സ്നേഹമുള്ള സുഹൃത്തുക്കൾ നമ്മളെ സ്നേഹിക്കുന്ന, ഹൃദയത്തിൽ സ്നേഹിക്കുന്ന വളരെ പങ്കപ്പെടാ. കാരണം നമ്മളും അങ്ങനെ അവരോടായിരുന്നാൽ മാത്രം മതി. വേറെ നമ്മളൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല ഇതിനകത്ത്, 5 പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നിസ്വാർത്ഥമായ സ്നേഹം നമ്മൾ കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
100% അവര് നമ്മളെ സ്വന്തം സഹോദരങ്ങളെ പോലെ, സഹോദരൻ പോലും അത്ര നന്നായിട്ട് ചെയ്യത്തില്ലായിരിക്കും, നിസ്വാർത്ഥമായ സ്നേഹം കൊടുക്കാൻ പഠിക്കണം. അത് അങ്ങനെ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും ഒരു കുറവില്ല. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഒരു ഫോൺ കോൾ മതി, നമുക്ക് സാധിച്ചു കിട്ടും. നല്ല അത്ഭുത, കാശ് ഭിന്നത കൊടുത്താൽ മതി, ഉടനെ അവർ ചോദിക്കുന്നുമില്ല. അത് കൊടുക്കണം കേട്ടോ, കൊടുക്കണം. പക്ഷെ നമ്മളിവിടെ പണിക്കാരെ വീട്ടിലേക്ക് എന്തെങ്കിലും പണിക്കാരെ ഇന്ത്യ അതെല്ലാം വന്ന് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട്, കാരണം നമ്മൾ അവരെയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളാണ്. അവർക്ക് നമ്മളെ ഹൃദയത്തിൽ പ്രിയപ്പെട്ടവരാണ്, നമ്മൾ അവരുടെ ഹൃദയത്തിലും പ്രിയപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഒരു 25 പേരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമാഹരിച്ച് നിർത്തിയില്ലെങ്കിൽ ഈ ജീവിതം കഷ്ടം. നിങ്ങൾക്ക് കോടി ഉണ്ടായിരിക്കുക, കോടി ബാങ്കിൽ കിടക്കത്തേ ഉള്ളൂ. കോടി വന്ന് നിങ്ങൾ കട്ടിലെ തളർന്നു കിടക്കുമ്പോഴത്തേക്ക് വന്ന് തലോടിയൊന്നും തരത്തൊന്നുമില്ല. പിന്നെ കോടി കൂടുതലുണ്ടെങ്കിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ സ്നേഹമുള്ളവർ നിങ്ങളുടെ അരികെ വന്ന് നിൽക്കും. അയ്യോ അങ്കിളെ, അയ്യോ അയ്യോ ഞാൻ അങ്ങനെ കൊച്ചുന്ന ചുമ്മാ ആർട്ടിഫിഷ്യൽ ലവ്. 95% പണക്കാരുടെ ചുറ്റും നടക്കുന്ന ആളുകളുണ്ട് ആർട്ടിഫിഷ്യൽ ആൾക്കാരാണ്. ഈ മന്ത്രിമാരുടെയും ഈ പിണറായി വിജയന്റെയും ഈ മോദിയുടെയൊക്കെ ചുറ്റും നടക്കുന്ന ആളുകൾ 95% സ്വാർത്ഥമായ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടക്കുന്ന, കാരണം ഇവരുടെ പവർ ഉണ്ടല്ലോ, അതിനുവേണ്ടി നടക്കുന്നത്. ഇതെല്ലാം പോയി കഴിയുമ്പോൾ ഇതിനൊക്കെ പലരും നോക്കുവോ? ഒരൊറ്റ മനുഷ്യൻ നോക്കത്തില്ല. അതല്ല സത്യം. ഉമ്മൻചാണ്ടി നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അധികാരം കഴിഞ്ഞപ്പോൾ ആരുമില്ല, അവസാനം പാവം ബാംഗ്ലൂരിൽ പോയി കിടന്നു മരിച്ച്, ശവമായി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതിനകപ്പെടും. അത്രേ ഉള്ളൂ. ആർട്ടിഫിഷ്യലാ. അപ്പൊ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്ത് വലയം ഈ ബിസിനസ്സിലൂടെയും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലൂടെയും നമ്മൾ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മഹാഭാഗ്യമാണ്. ഞാൻ അത് അനുഭവിക്കുന്ന ഒരാളാണ്. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, ഐ ആം റിച്ചർ ദാൻ ബിൽ ഗേറ്റ് എന്ന് ഞാൻ പറയാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുറെ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. വാട്ട് എൽസ് യു നീഡ് മോർ? നമുക്ക് കഴിക്കാൻ ഇത്രയല്ലേ കഴിക്കും. ഒരു പ്ലേറ്റിലുള്ള ഭക്ഷണമല്ലേ കയറ്റി, ഒരു 150 ഗ്രാം ഇറച്ചി, അല്ലെങ്കിൽ ഒരു 100-150 ഗ്രാം ചോറ്, 2 ചാലം ചമ്മന്തി, ഇത്രയൊക്കെയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കോടീശ്വരനാന്നും പറഞ്ഞ് ഒരു 20 കിലോ വെച്ച് തിന്നുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും അതും ഒരു ഗ്രോത്താണ് കേട്ടോ. അതും ഒരു ബിസിനസ്സിൽ കൂടി നമ്മൾ ഇടപെടുന്ന ആളുകളുമായിട്ട് നമ്മൾ ആത്മാർത്ഥമായ, സത്യസന്ധമായ, നിസ്വാർത്ഥമായ സ്നേഹബന്ധം നിലനിർത്തുക. എനിക്ക് 69 വയസ്സായി, ഞാനത് നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭാഗ്യവാനായിട്ട് ജീവിക്കുന്നു. ചോദിച്ചോ. സാർ, നമ്മുടെ സോളാർ ഇന്ത്യയില് കൊണ്ടുവന്ന സമയത്ത് സാർ അനുഭവിച്ച ടെൻഷൻ, അത് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാനും അതുപോലെ സോളാറിന്റെ പച്ച പിടിക്കാനും ഉണ്ടായ ഭയങ്കര കഷ്ടമാണ്. കാരണം 1998 ഞാന് കലാഭവനിലെ മാനേജിങ് ഡയറക്ടർഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആവേലച്ചൻ കിടപ്പായി. 2000 അച്ഛൻ മരിച്ചു. ഞാൻ അവിടുന്ന് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്സാ. കലാഭവന് ഭയങ്കര പൊളിറ്റിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാഷ്ട്രദീപിക എന്ന് പറഞ്ഞാൽ 145 വർഷമുള്ള കേരളത്തിലെ പത്രമുത്തശ്ശി, അവിടുത്തെ ഒരു അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, ജോർജ് കുട്ടിയെ പോലെ ഉള്ളവർ വന്ന് ദീപികയില വർക്ക് ചെയ്യേണ്ട കേട്ടോ. ദീപിക പത്രമുത്തശ്ശിയാണ്. പണ്ട് കേരളത്തിലെ ആദ്യത്തെ. അവിടെ ഡെസ്പാച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന ആളാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള, അതായത് മനോരമയുടെ മുതലാളി. അവിടുന്ന് പുള്ളിക്ക് ഐഡിയ കിട്ടി, പുള്ളി തുടങ്ങിയാണ് മനോരമ. അപ്പൊ ഞാന് ദീപികയിലെ ജോലി കിട്ടുകയല്ലേ, നല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ദീപിക ഒന്ന് പ്രവർത്തിച്ചു. പക്ഷെ അവിടെ വന്നപ്പോ അതിലും ഭയങ്കര പൊളിറ്റിക്സ്. അവിടെ ടി ജോൺ എന്ന് പറഞ്ഞൊരു ഈ ഡിസ്റ്റിലറി നടത്തുന്ന ഒരുത്തനുണ്ട് ബാംഗ്ലൂരിലെ, കോളേജൊക്കെ ഉണ്ടാക്കി. അയാൾ വന്ന് 4 കോടി രൂപ കൊടുത്ത് ഷെയറൊക്കെ എടുത്ത്, അയാളുടെ ഒരു മാനേജിങ് ഡയറക്ടർ അവിടെ ഉണ്ട്, അവന് അതിനകത്ത് എന്തോ ഒക്കെ തട്ടിപ്പ്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ പോവുക. ഒരു നീണ്ട കഥയാണ് ഈ സോളാറിലേക്ക് വരാൻ. അവിടെ ഞങ്ങള് ഈ പത്രം കൊടുക്കുന്നവർക്ക് മനോരമ കൂടുതൽ പത്രം വയ്ക്കുന്നതിന്റെ കാര്യം എന്നാന്ന് ഞാൻ പിള്ളേരോട് ചോദിച്ചു. അവര് പറഞ്ഞു, സാറേ അവര് വർഷത്തിലൊരിക്കൽ മീറ്റിംഗ് കൂടി ബിരിയാണി മേടിച്ചു തരും, പിന്നെ കൊട തരും, മിക്സി തരും, ഇങ്ങനെ സൈക്കിള് വരെ മേടിച്ചു കൊടുക്കും സാറേ.
ഇവിടെ ദീപിക തന്നെ തരുന്ന ഒരു കട്ടൻ ചായ പോലും മേടിച്ചു തരത്തില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ ഈ പത്രം കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ ഒരു മിക്സിയോ ഒരു കുടയൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മീറ്റിംഗ് വന്നിട്ട് ഞാൻ ഈ മാനേജറിനെ വിളിച്ചത് നമുക്ക് എന്നാ ചെയ്യേണ്ടത്, എന്നാ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മാനേജർ പറഞ്ഞു, സാറേ മിക്സിയുടെ കൂടെ അതിനേക്കാൾ നല്ലൊരു സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, സോളാർ ലാൻഡൻ. ഗവൺമെന്റ് ഇപ്പം അനർട്ട് കൊടുത്തോണ്ടിരിക്കുക, അതെല്ലാവർക്കും വളരെ താല്പര്യമാണ്. അതിന് കറണ്ട് വേണ്ട, വെയിൽ മാത്രം മതി. അത് ശരി, അങ്ങനെയുണ്ടോ? നമുക്കത് കൊടുക്കാം. അപ്പൊ 100 സോളാർ ലാൻഡനും 100 മിക്സി മേടിച്ച് ഭയങ്കര ജോർജ് കുട്ടി സാറ് നല്ല സാറ് ഞങ്ങൾക്കെല്ലാം മിക്സിയും അത് ഇത് ഭയങ്കര അപ്രിസിയേഷൻ. ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴും ഒരു ചേടത്തി ഈ മിക്സിയും ഈ സോളാർ ലാൻഡിനും പിടിച്ച് നമ്മുടെ മാനേജർ KC തോമസിന്റെ മുമ്പിൽ നിന്ന് കരയുന്നു. ഞാൻ ബെല്ലടിച്ച് തോമസിന് എന്നാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുക, എന്റെ പൊന്നു സാറേ ആ ചേടത്തിക്ക് ഇത് നടക്കുന്നില്ല എന്നും പറഞ്ഞ് അവർക്കിപ്പം മിക്സി മതി, സോളാർ വിളക്ക് വേണ്ടെന്ന്. ഞാൻ പറഞ്ഞ അവരേക്ക് വിളിക്കാൻ പറഞ്ഞു. എൻ്റെ എനിക്ക് കയറിയപ്പോൾ ഭയങ്കര വലിയ ചതിയായിപ്പോയി. അത് ഞാൻ പറഞ്ഞ ഇവിടെ ദീപിയെ ചതിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഇവിടെ അച്ഛന്മാരെ നടന്ന ഒരു ഇതുമില്ല, പ്രോഫിറ്റ് ഉള്ള സാധനമല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, തോമസ് ഒരു മിക്സി കൊടുത്ത് ചെടുത്തി വിട്ടേക്കാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയ സാധനമാണ് ഈ സോളാർ ലാൻഡൻ. അവിടെയാണ് ഞാൻ എൻ്റെ മൈൻഡ് അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ഞാനത് റിപ്പയർ ചെയ്തൊക്കെ കൊടുത്തു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രാഷ്ട്രദീപയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും നാളും 10-18 വർഷം ഗൾഫിൽ ജോലി ചെയ്തു, 5-6 വർഷം ഇവിടെ ജോലി ചെയ്തു, 1 വർഷം രാഷ്ട്രദീപയിൽ ജോലി ചെയ്തു. ഈ ജോലി ചെയ്തല്ലാതെ ബിസിനസ് ചെയ്ത് കാരണവന്മാരായിട്ട് ബിസിനസ് ചെയ്ത് നമുക്ക് ശീലം. നമ്മൾ കർഷകന്റെ മക്കള് കൊച്ചുമക്കളൊക്കെ എന്നാ ബിസിനസ് ആയിരുന്നു, ഒരു ബിസിനസ്. അപ്പൊ അതെനിക്ക് തോന്നി, ഈ സോളാർ ലാൻഡൻ അന്ന് കേടായിട്ട് ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു പയ്യനെ എൻ്റെ അരികെ ഇരുന്ന് റിപ്പയർ ചെയ്തു. ഒന്നുമില്ല അതിനകത്ത്, ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡും ഉണ്ട്, ഒരു CFL ഉണ്ട്, ഒരു ബൾബും ഉണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ബാക്കി സോളാർ പാനലും, ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ വിചാരിച്ചു അതൊന്ന് തുടങ്ങിയാലോ. അങ്ങനെ ഞാൻ ഈ കമ്പനി പോയി, ഹൈദരാബാദിലെ കമ്പനി പോയി ആദ്യമായിട്ട് സോളാർ ലാൻഡനുമായിട്ട് തിരിച്ചു വന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അവിടുന്ന് മേടിച്ച് ഇതിന്റെ ഡാമേജ് ഒക്കെ വരും ഈ ട്രാൻസ്പോർട്ടേഷനിൽ. എന്നാൽ പിന്നെ ഇവിടെ തന്നെ അങ്ങ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഈ പോളിടെക്നിക്ക് പഠിച്ച ഒരുത്തനുണ്ട്, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ. അവനെ ഇരുത്തി ഞങ്ങള് കുടുംബശ്രീയിലെ ജോസ് സാർ എൻ്റെ പരിചയം, TS ജോസ് IAS, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറി അതണ്ട. അപ്പൊ പുള്ളിയോട് പറഞ്ഞു, സാറേ, പുള്ളിയാണ് ഈ കുടുംബശ്രീ തുടങ്ങിയത്. അപ്പൊ പുള്ളിയോട് പറഞ്ഞു, സാറേ കുടുംബശ്രീയുടെ കൂടെ സോളാർ വിളക്കുകൾ ഉണ്ടാക്കുന്ന ഒരു ജോർജ് കുട്ടി നമ്പർ 1, വളരെ നല്ല കാര്യം, ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, ഡെഫിനറ്റ്ലി വി ഹാവ് ടു. അങ്ങനെ ഞാൻ ലൈഫ് സോളാർ കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു കമ്പനി അങ്ങ് തുടങ്ങി. ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാല് ഈ മനുഷ്യൻ ദരിദ്രരാകുന്നത് എന്താണെന്ന് അറിയാമോ? മനുഷ്യൻ ദരിദ്രനാകുന്ന മടിയുള്ളതുകൊണ്ട്. ഈ കുടുംബശ്രീ പെണ്ണുങ്ങളെ ഞാൻ സെലക്ട് ചെയ്തതൊക്കെ വളരെ പരീക്ഷയൊക്കെ ഇട്ട് 10 ചോദ്യത്തിൽ 8 ചോദ്യം നന്നായാലേ എടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞൊക്കെ എടുത്തതാ. പക്ഷെ ഇതുങ്ങളൊക്കെ അഹങ്കാരികളാണ്. ഈ വിളക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ വിളക്ക് ഇവരുണ്ടാക്കി ഇവരിവിടെ വിൽക്കണമെന്നാണ് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്. അങ്ങനെയാണ് കുടുംബശ്രീയിലും എല്ലാം പറഞ്ഞത്. ഞാനൊരു 2 ലക്ഷം രൂപയോളം മുടക്കുകയും ചെയ്തു, ഇതിന്റെ കമ്പോണൻസ് എല്ലാം മേടിക്കണം. അവർ വിൽക്കത്തില്ല. സാറേ ഞങ്ങളിത് കൊണ്ടുവന്ന് ആരും മേടിക്കത്തില്ല സാറേ, നാണം കെട്ട ഇടപാട്, അവര് ഞങ്ങളോട് മേടിക്കത്തില്ല. ശരിയാ, ഇവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ആരും മേടിക്കത്തില്ല. ഇവിടെ എവിടുന്ന് ഈ സോളാറൊക്കെ പഠിച്ചു, പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി അല്ല, ആരും മേടിക്കത്തില്ല. പിന്നെ ഞാനിത് വിൽക്കുന്നത്, ഞാൻ പറഞ്ഞു കേട്ടോ ഇത് പുലിവാലായില്ല, ഇത് ഞാൻ ഇനി എവിടെ കൊണ്ട് വിൽക്കാനോ, ഇത്രയും മാനുഫാക്ചർ ചെയ്ത് കൂട്ടുകയല്ലേ, 10 പെണ്ണുങ്ങളെ ഇത് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്താം, നമുക്ക് ഈ പരിപാടി നിർത്താം. ഇപ്പൊ ഓൾറെഡി ഇവിടെ വിളക്കുണ്ടല്ലോ, ഇനി എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹൈദരാബാദിലെ കമ്പനിയിൽ നിന്ന് മേടിച്ചു വിറ്റോളാം, അതിനിപ്പോ നിങ്ങളെ പരിപാലിക്കേണ്ട ആവശ്യമില്ല. നിർത്താന്ന് പറഞ്ഞ് നിർത്തി. 2 ലക്ഷം രൂപയും പോയി. അവര് പൊട്ടിങ് പഠിച്ച് പോയി. അനദർ ചലഞ്ച് ഇൻ മൈ ലൈഫ്, സോളാർ ബിസിനസ്, അനദർ ചലഞ്ച്. ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടുത്തെ ജനറൽ മാനേജർ എന്നെ വിളിച്ചു പറയുന്നു, മിസ്റ്റർ ജോർജ്, ഐ ആം ഗോയിങ് ടു ജർമ്മനി ഫോർ ആൻ എക്സിബിഷൻ, സോളാർ എക്സിബിഷൻ. അതെന്തുകൊണ്ടാണ്? സർ, ഐ വുഡ് ലൈക്ക് ടു കം. അപ്പൊ ഞാൻ ജർമ്മനിയൊക്കെ പോയിട്ടുള്ള, ജർമ്മനി, ഇംഗ്ലണ്ട്, അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ളതാണല്ലോ, കലാഭവനിൽ ഇരുന്നത്. ഞാൻ പറഞ്ഞു ഐ വിൽ ഓൾസോ കം. അങ്ങനെ ഞങ്ങൾ ഫ്രൈബർഗ് എന്ന് പറഞ്ഞ് ലോകത്തിലെ ആദ്യത്തെ സോളാർ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ജർമ്മനിയിലെ ഫ്രൈബർഗ് എന്ന് പറയുന്ന പട്ടണം. ആ പട്ടണത്തിലാണ് എക്സിബിഷൻ. ഞാൻ അവിടെ ചെന്നു, എന്റെ കണ്ണ് തള്ളിപ്പോയി. എന്തെല്ലാം
സാധനങ്ങളാ സോളാറിൽ കൂടെ വന്നിരിക്കുന്ന. സോളാർ കൊണ്ട് വീടുണ്ടാക്കി ഒരുത്തിന് അതിനകത്ത് ഇരിക്കുന്നു. അവന്റെ സ്റ്റോൾ അതിനകത്താ. ചെന്നവണ്ണ ബിയർ വൈന്, സർ വാട്ട് ഈസ് യുവർ വൈൻ എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് വൈൻ്റെ പേർക്ക് തീറ്റയും കൂടിയാ. അവിടുത്തെ എക്സിബിഷൻ അറിയാമല്ലോ, ഫോറിനിൽ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ടെക്നോളജി എന്തെല്ലാം, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് കൊണ്ട് ബൾബ്, അത് ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് ഒരെണ്ണം തരാനല്ല, വിൽക്കാനല്ല, ഒൺലി ഫോർ ഷോ. ഞാൻ 3-ാം ദിവസം എക്സിബിഷൻ എല്ലാം തീർന്നപ്പോൾ അയാളുടെ എനിക്ക് പോയി പറഞ്ഞു, എനിക്ക് തരാമോ, ഞാൻ എത്ര രൂപ വേണേലും തരാമെന്ന്. അയാൾ പറഞ്ഞു ഓക്കെ എക്സിബിഷൻ യു ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് എൻ്റെ തന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പിള്ളേരെ കൊണ്ട് അതെല്ലാം തല്ലിപ്പൊട്ടിച്ചെല്ലാം നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡും കപ്പാസിറ്ററും ഡയോഡും ഒക്കെ ഉള്ളു അതിനകത്ത്, LED ബൾബ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ജർമ്മനിയിൽ നിന്ന് തന്നെ പോന്നപ്പോൾ കുറെ LED മേടിച്ചോണ്ടാവും. അതുകൊണ്ട് ഞാൻ ബൾബ് ഉണ്ടാക്കി. കേരളത്തിലെ ആദ്യത്തെ LED ബൾബ്, വൈറ്റ് LED ഉണ്ടാക്കിയത് ഞാനാ. ഇവിടെ ലൈഫ് സോളാറാ, 24 വർഷം മുമ്പ് ഇതുണ്ടാക്കി. ഈ പട്ടിക്ക് പൊതുജാൻ കിട്ടുമല്ലോ, ഇത് എവിടെ വിൽക്കേണ്ടതെന്നൊന്നും അറിയാമല്ലോ. അന്ന് പാലളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണത്തിന്റെ ചാർജാ. അപ്പം അച്യുതാനന്ദന്റെ വളരെ ശിങ്കിടിയാണ് നമ്മുടെ താടിവാല ചന്ദ്രപിള്ള. ഞാനുമായിട്ട് വലിയ അടുപ്പാണ്. ഞാൻ പറഞ്ഞു, ചന്ദ്രപിള്ള ഇങ്ങനൊരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭയങ്കര നേട്ടമാണ്. ഈ 0 വാട്ട് ബൾബ് എന്ന് പറഞ്ഞാൽ 0 അല്ലാതെ 15 വാട്ടാണ്. അത് ഡിജിറ്റൽ മീറ്റർ വന്നപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്, മറ്റേ അനലോഗല്ലേ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് 15 വാട്ട് വെച്ച് കേരളത്തിൽ 8 ലക്ഷം 0 വാട്ട് ബൾബ് വിൽക്കുന്നുണ്ട് ഒരു വർഷം. അപ്പം 15 വാട്ട് ഇൻറ്റു 8 ലക്ഷം ഈസ് ഈക്വൽ ടു, പിന്നെ 24 മണിക്കൂർ അത് പ്രവർത്തിക്കുകയല്ലേ. മരിച്ച അപ്പന്റെ മുമ്പിലെ ദൈവത്തിന്റെ മുമ്പിലൊക്കെ ഇടുന്ന സാധനമാണ്. എല്ലാം നോക്കിയപ്പോൾ 51 മെഗാവാട്ട് കറണ്ട് കേരളത്തിന് ലാഭം കിട്ടുന്ന കേസാണ്. അപ്പൊ ഒരു ബൾബ് തന്നെ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ 400 ചില്ലുവാനും രൂപ ലാഭം ഉണ്ടാവും വീട്ടിൽ. ഈ 0 വാട്ട് ഇട്ട് വരെ ഈ LED ബൾബ് ഇട്ടാൽ മതി, ഇന്ന് 2 വാട്ട് എടുക്കുന്നത്. ഇത് ചന്ദ്രപിള്ളയോട് പറഞ്ഞപ്പോ ഇത് FACT വരുന്നുണ്ട്, ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ട്, ജോർജ് കുട്ടി തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ മീറ്റിങ്ങിന് പോയി നിന്ന് ഇയാൾ വരുന്ന മനുഷ്യനല്ലേ, ആളും തിക്കി തിരക്കി അവസാനം ഇടിച്ച് ഞാൻ കാറിനകത്ത് കയറി. ഞാൻ പറഞ്ഞു, സർ ഇങ്ങനെ ഒരു സാധനം ഞാനുണ്ട്, LED ബൾബ് 51 മെഗാവാട്ട് പവർ ലാഭിക്കാതായിരുന്നു. അതെ, പാലളി മുഹമ്മദ് കുട്ടിയോടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ. പാലളി മുഹമ്മദ് കുട്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്, ഇത്രയും പോലും സ്റ്റേഷൻ പിടിക്കത്തില്ല അവിടെ. പിന്നെ ഞാന് സാരമില്ല ചന്ദ്രപിള്ളേർക്കെന്ന് പറഞ്ഞ് പുള്ളി ഉപേക്ഷിച്ചു കേട്ടോ. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പിന്നെ എന്നാ ചെയ്തു, ഇവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു അന്ന്, ഏതോ ഒരു എക്സിബിഷൻ ഉണ്ട്, അത് പിന്നെ മനോരമ ഹൈജാക്ക് ചെയ്ത് അവന്മാരുടേതാക്കി, മനോരമ എക്സിബിഷൻ. അവിടെ കൊണ്ടുപോയി ഈ പ്ലൈവുഡിലോട്ട് ഒരു 10-60 ബൾബ് അങ്ങ് പിടിപ്പിച്ച് നിന്ന് ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങ് പ്രഭാഷണമാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, കറണ്ടിന്റെ ചാർജ് കുറയ്ക്കും, വീട്ടിൽ ലാഭം എന്നെല്ലാം പറഞ്ഞു. 15 ദിവസം 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ശബ്ദമൊക്കെ അങ്ങ് തീർന്നു. പിന്നെ 5 ദിവസം കൂടെ നിന്ന് ഞാൻ ഒപ്പിച്ചു. പക്ഷെ ഞാൻ 250 രൂപയായി ഒരു ബൾബിന്. ഞാൻ വിറ്റു. ഞാനതൊരു എനിക്ക് തോന്നുന്നു ഒരു 5-10 ബാക്കി വന്നു, ബാക്കിയെല്ലാം ഞാൻ വിറ്റു. അത് കഴിഞ്ഞ് എനിക്ക് ഇതിനകത്ത് ഒരു ആശയം ഉണ്ടായി. ഇവിടെ ഇത് ബൾബ് ഷാൻലിയർ പോലെ ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പണം. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന്, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, 995 സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ പോരുമ്പോൾ ഫെഡറൽ ബാങ്ക് എറണാകുളം നോർത്ത് ബ്രാഞ്ചിൽ എനിക്ക് 97 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഉണ്ട്. 996 അത്രയും കാശ് കൊണ്ട് കാക്കനാട്ട് ഞാൻ സ്ഥലം മേടിച്ചിട്ടിരുന്നെങ്കിൽ ഇനി ഞാൻ കോടീശ്വരനായി. പക്ഷെ ഞാന് സോളാർ എന്നും പറഞ്ഞ് നടന്ന് കുറേ കാശ് എനിക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഓരോന്ന്. പിന്നെ ജർമ്മനിക്ക് പോട്ടെ, പിന്നെ എക്സിബിഷൻ, എവിടെ റോട്ടറി, ഞാൻ റൊട്ടേറിയൻ. അപ്പൊ റോട്ടറിയിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. എത്ര സ്ഥലങ്ങളിലാണ്, തമിഴ്നാട്ടിലെ, കർണാടകത്തിൽ, ഇവിടെ എല്ലാം ഞാൻ പോയി സോളാറിനെ കുറിച്ച് ഭയങ്കര പ്രഭാഷണമാണ്. അവസാനം ഒരു കാര്യം സംഭവിച്ചു, ഞാൻ സാമ്പത്തികമായിട്ട് ശുഷ്കമായി. അപ്പൊ എൻ്റെ മൂത്ത മകൻ എന്നോട് പറഞ്ഞേ, അവന് TKM എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് പാസ്സായി. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് സോളാറിൽ തന്നെ കൂടുതൽ പഠിക്കാൻ ജർമ്മനി പോയത്. ഡാഡി എന്തൊരു പൊട്ടത്തരവാ പറയുന്നത്, ഡാഡി തന്നെ നശിച്ചിരിക്കുക, ഇനിയും സോളാറെന്നും പറഞ്ഞ് ഇനിയും ഞാൻ ജർമ്മനി ചെന്നിട്ട് എന്നാ കിട്ടാന്. ഞാൻ പറഞ്ഞു, നല്ലതാ, ഇതൊരു വലിയ ഫ്യൂച്ചറാണ്. കാരണം ഏത് എക്സിബിഷന് പോകുമ്പോഴും ഞാൻ കാണുന്നുണ്ട് ആളുകൾ കൂടി വരുന്നു, പുതിയ പ്രോഡക്റ്റുകൾ വരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഋഗ്വേദത്തിൽ വായിച്ചു,
സൂര്യാത്മാ ജഗതസ സുഷച്ഛ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഊർജ സ്രോതസ്. അപ്പൊ സൂര്യപ്രകാശം ഹാർനസ് ചെയ്ത് പവർ ഉണ്ടാക്കുക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് വേ ഓഫ് മേക്കിംഗ് ഇലക്ട്രിസിറ്റി. ഇവിടെ ഇപ്പൊ നമ്മള് ഇപ്പം എല്ലാവരും സോളാർ ഇപ്പം ഓടി നടക്കുക. ഇപ്പൊ സോളാറുകാർക്കൊന്നും നേരമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു 5 കിലോവാട്ടിന് നമ്മളിപ്പോ 2.5 ലക്ഷം രൂപയോളം മുടക്കണം. 2.5 ലക്ഷം രൂപ മുടക്കിയാൽ ഈ 2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് 6 വർഷത്തെ കറണ്ട് ബില്ല് കൊണ്ട് തന്നെ തിരിച്ചു കിട്ടും. അപ്പൊ 6 വർഷം കഴിഞ്ഞ് പിന്നെയും കിടക്കുക ഒരു 10-25 കൊല്ലം ആ പാനൽ ഉപയോഗിക്കാം. അപ്പോൾ 10-18 കൊല്ലം ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റിയാണ്. അതൊരു വലിയ നേട്ടമായി മാറിയിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ പ്രത്യേകിച്ച്. ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നത് നമ്മളെല്ലാം സോളാർ പിടിക്കണം. ഒരു രഹസ്യം എന്നാണെന്ന്, രഹസ്യമല്ല, പരസ്യമായ രഹസ്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റൂഫ് ടോപ്പ് പിടിപ്പിച്ചത് ഗുജറാത്ത് കഴിഞ്ഞാൽ കേരളമാണ്. ഏറ്റവും കൂടുതൽ പിടിപ്പിച്ചിരിക്കുന്നത്, ഇപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ KSEBക്കാർ നമ്മൾ ചൊറിയാൻ വരുന്നത്. അത് സോളാർ വെച്ചാൽ ഞങ്ങൾ മീറ്റർ മാറ്റി വെക്കേണ്ടി വരും, പിന്നെ ഗ്രോസ് മീറ്റർ വെക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം അവരുടെ വരുമാനം കുറയും, അവരുടെ നിലനിൽപ്പ് തന്നെ തീരും. അതിനു വേണ്ടിയിട്ടാണ് അവർ സോളാറിനെ ഇപ്പോൾ അടിച്ചോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 15-ാം തീയതി മീറ്റിംഗ് ഉണ്ടായിരുന്നു, മെയ് 15-ന്. അതിനകത്ത് ഞങ്ങളെല്ലാവരും കൂടെ ശക്തമായിട്ട് എഴുതി. ഞങ്ങളെന്ന് ഞാൻ പറയുന്നത്, ഞാനൊരു അസോസിയേഷൻ ഉണ്ടാക്കിയായിരുന്നു, ക്രീബ, കേരള റിന്യൂവബിൾ എനർജി എന്റർപ്രണേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ. ഞങ്ങൾ 2005 ഉണ്ടാക്കിയതാണ്. ഫാദർ പിട്ടാപ്പള്ളി ആണ് അതിന്റെ പ്രസിഡന്റ്, ഞാനാണ് അതിന്റെ ഫൗണ്ടർ സെക്രട്ടറി. ഞങ്ങൾ ഉണ്ടാക്കി. ഇപ്പം കേരള ഗവൺമെന്റിന്റെ അഡ്വൈസറി ബോർഡിലുണ്ട് ഞങ്ങളെ അവരെടുത്തു. കാരണം ഇതിനെക്കുറിച്ച് ഇത്ര അറിയാവുന്ന വേറെ ആരും എഞ്ചിനീയേഴ്സ് ഇല്ല, അതുകൊണ്ട് അവരെ നമ്മളെ എടുത്തു. അപ്പം ഇപ്പം നമുക്ക് ഒരു പരിധി വരെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരള അവർക്ക് KSEB നിലനിർത്തിക്കൊണ്ട് വേണം സോളാർ വെക്കാൻ. KSEBയെ തകർക്കാൻ പറ്റത്തില്ല. പക്ഷെ സോളാർ ശക്തമായിട്ട് വരികയും ബാറ്ററി വെച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റാൻഡ് അലോൺ സിസ്റ്റം പിടിപ്പിക്കുകയും ചെയ്താൽ KSEB പിന്നെ മ്യൂസിയത്തിൽ ഫോട്ടോയും ചരിത്രമായിട്ട് പറ്റിച്ചു വെക്കേണ്ട ഗതികേട് വരും. KSEB നമുക്ക് ആവശ്യമില്ല. വീട്ടിലൊരു കിണറുണ്ടെങ്കിൽ പിന്നെ കേരള വാട്ടർ അതോറിറ്റിയെ നമുക്ക് ആവശ്യമില്ലല്ലോ. ഒരു മോട്ടോർ വെച്ച് മുകളിൽ ടാങ്കിൽ അടിച്ചു വീട്ടിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലാണ് സോളാർ. ഇങ്ങനെ സൂര്യപ്രകാശം എല്ലാ ദിവസവും കൃത്യം 6:30-ക്ക് ആകാശത്തിൽ വരുന്ന സൂര്യൻ, അതിനെ ഹാർനസ് ചെയ്ത് നമ്മൾ കറണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് KSEB ആവശ്യമില്ല, നമുക്ക് തന്നെ പവർ ഉണ്ടാക്കാം. പക്ഷെ സ്റ്റോറേജ് ആണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഗ്രിഡിലേക്ക് പവർ, ആ ഗ്രിഡിൽ എടുക്കുന്നതിനാണ് അവര് ഈ ഗുലുമാലൊക്കെ പറഞ്ഞ് നമ്മളെ. അതായത് നമ്മൾ അവർക്ക് പവർ കൊടുക്കുമ്പോൾ 3 രൂപ 40 പൈസ, നമ്മൾ അവരുടെ നിന്ന് എടുക്കുമ്പോൾ 10 മുതൽ 12 രൂപ. ഇതാണ് അതിന്റെ കാര്യം. അപ്പം ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് സർപ്ലസ് നമ്മൾ കൊടുക്കുന്നു. ആ സർപ്ലസിന് അവർ 3 രൂപ 60 പൈസ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവർ ഈ ഗ്രോസ് മീറ്റർ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉണ്ടാക്കുന്ന എനർജി മുഴുവൻ 3 രൂപ 60 പൈസക്ക് കേരള ഗവൺമെന്റ് കൊടുക്കുക. എന്നിട്ട് കേരള ഗവൺമെന്റിൽ നിന്ന് എടുക്കുമ്പോൾ 12 രൂപ വെച്ച് കൊടുക്കുക. അപ്പൊ പിന്നെ സോളാർ വെക്കുന്നു, അതിന്റെ ആവശ്യമില്ലല്ലോ, അതിൽ ലാഭമില്ല. ഈ 6 വർഷം കൊണ്ട് നമുക്ക് മുടക്കിയ തുക അപ്പൊ കിട്ടത്തില്ല. അതിന് പിന്നെ ഒരു 15 വർഷം 20 വർഷം അത് ലാഭമില്ല. അപ്പൊ അതാണ് ഇപ്പം സോളാറിലെ നമുക്ക് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം. പക്ഷെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും, പർട്ടിക്കുലർലി ജർമ്മനിയിലൊക്കെ സോളാർ വന്നു കഴിഞ്ഞു. ഇറ്റ് വിൽ കം, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം. അപ്പൊ ഇത് ഒരു പരിധിവരെ നമുക്ക് പ്രതീക്ഷയുണ്ട്. അത് തീരുമെന്നൊക്കെ വിചാരിക്കുന്നു. ആ ഇഷ്യൂസൊക്കെ, സോളാറിന്റെ ഇഷ്യൂസ്. ഏതായിരുന്നാലും ഞാനിപ്പോ ചെയ്യുന്നത് എന്നാന്നറിയോ, എനിക്ക് 21 സ്റ്റാഫ് ഉണ്ടായിരുന്നു, കുറേ കാശ് കൊടുക്കും. അപ്പൊ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട്, ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ക്യാരം ബോർഡില് ഇത് കോയിൻ ഇടാനായിട്ട് ഇങ്ങനെ അടിക്കുമല്ലോ, അവിടാണ് ദ്വാരം. പക്ഷെ നമ്മൾ അടിക്കുന്നത് ഇവിടെ അടിച്ചിട്ട് ആ കോയിൻ അവിടെ ചെന്ന് വീഴുമെന്ന് പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ 2 മക്കളെ ജർമ്മനി വിട്ടു. റിന്യൂവബിൾ എനർജി മാനേജർ, REM എന്ന് പറയും, അതിന്റെ MS എടുപ്പിച്ചു. അവര് MBA എടുത്തു, ഒരാള് BSc കമ്പ്യൂട്ടറിൽ എടുത്തു. അങ്ങനെ ഡബിൾ മാസ്റ്റേഴ്സായി. അവർക്ക് നല്ല ജോലി കിട്ടി. അവരൊക്കെ അവിടുത്തെ വലിയ സാറന്മാരായിപ്പോ. അപ്പം സോളാറിലൂടെ എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാക്കി. പക്ഷേ കുഞ്ഞുങ്ങൾ ഗതി പിടിച്ചപ്പോൾ മതിയല്ലോ, അതിനാണല്ലോ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ. അപ്പൊ ദാറ്റ് ഈസ് മോർ ദാൻ എനി. ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഒരിക്കൽ പോകും, സുഖമല്ലേ, അവിടെ പോയി വെറുതെ ഇരുന്നാൽ മതി, കഥയൊക്കെ പറഞ്ഞ്, ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. അപ്പം
ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാൽ ബിസിനസ്സിൽ നിന്ന് 100% നമുക്ക് സമ്പത്ത് തന്നെ ഉണ്ടാക്കി നമ്മൾ കോടീശ്വരനാണെന്ന് നിർബന്ധമില്ല. അല്ലാതെ ദൈവം നമുക്ക് തരും. കർമ്മങ്ങൾ ചെയ്താൽ കർമ്മഫലമുണ്ട്. കർമ്മം മോശമാണെങ്കിൽ മോശമുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില ആളുകളെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കും, ദൈവം ഇയാളൊരു നല്ല മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ തന്നെ ഇത്രയും കഷ്ടപ്പാടുകളുള്ളത് ആർക്കറിയാം? നമ്മളറിയാതെ അല്ല അയാളുടെ കാരണവന്മാരായിട്ട് എന്തൊക്കെ ക്രൂരത ചെയ്തെന്ന് ആർക്കറിയാം? അതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ ദൈവം നമ്മളെ സംരക്ഷിക്കും. അത് പണമായിട്ട് തരണമെന്നില്ല. നല്ല കുഞ്ഞുങ്ങളെ തരാം, നല്ല സ്നേഹിക്കുന്ന ഭാര്യ, അനുസരിക്കുന്ന ഭാര്യ, നല്ല നല്ല സുഹൃത്തുക്കൾ, നല്ല സ്നേഹമുള്ള ആത്മാർത്ഥ സ്നേഹമുള്ള സുഹൃത്തുക്കൾ, ഇതൊക്കെ നമുക്ക് ലഭിക്കും. അതൊക്കെ മതി നമുക്ക്. ഇത് നമ്മള് പ്രായമാകുമ്പോൾ പെട്ടിക്കകത്ത് കയറി പോകേണ്ട ആൾക്കാരല്ലേ, ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കയ്യില് കല്യാണ മോതിരം കിടന്നാല് എൻ്റെ ഈ മോതിരമൊക്കെ ഊരി എടുക്കുക വരും. പെട്ടി കുഴിച്ചിടാൻ പോകല്ലേ, ഊരിക്കോളാൻ പറയും. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ജീവിതം കുറെ കൂടെ അതിനു പറയുന്ന സമചിത്തതയോടുകൂടി ചിന്തിച്ച് സന്തോഷവാനായിട്ട് ജീവിക്കാം. പറയൂ. ആർക്കെങ്കിലും പല പ്രശ്നങ്ങളുണ്ട് പറഞ്ഞ് ഞാൻ അതിന്റെ ഒരു പ്രശ്നപരിഹാരം എന്റെ ജീവിതാനുഭവം വെച്ച് പറയാൻ പറ്റും കേട്ടോ. നമസ്കാരം സാറേ. ഞാൻ എന്റെ പേര് മുനീർ. എനിക്ക് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ 18 കൊല്ലം 20 കൊല്ലമൊക്കെ മറ്റേ പാനലിന് ലൈഫ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബാറ്ററി അത് നല്ലൊരു ബിസിനസ് അല്ലേ? ബാറ്ററി ഇത്ര കാലം നിൽക്കൂലല്ലോ. ബാറ്ററി 5 വർഷം മുതൽ 10 വർഷം വരെ നിൽക്കും. ഇപ്പൊ എക്സൈഡിന്റെ ബാറ്ററി, ട്യൂബുലർ ബാറ്ററി 5 വർഷം ഉള്ളതുണ്ട്. ലിഥിയം ബാറ്ററി, ലിഥിയം ഫോസ്ഫറസ് ഉണ്ട്, അത് 8 വർഷം വരെ നിൽക്കുന്നുണ്ട്. 10 വർഷം വരെ നിൽക്കുന്നവരെ ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതുവരെ വന്നിട്ട് ഇപ്പൊ കുറച്ചാലേ ആയാലും നമുക്കറിയാൻ പറ്റത്തില്ല. നിൽക്കുന്നുണ്ടോ അങ്ങനെ? ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് 4 വർഷമായപ്പോഴത്തേന് അത് തീരുമാനമായി. ആരുടെ ബാറ്ററി ആയിരുന്നു അത്? എനിക്ക് തോന്നുന്നു എക്സൈഡ് ആണെന്നാ തോന്നുന്നത്. എക്സൈഡ് എത്ര വർഷം അതിൽ എഴുതിയിരിക്കുന്നത്? അതിൽ എഴുതിയിട്ടുണ്ടല്ലോ 5 ഇയർ വാറണ്ടി. നോക്കിയിട്ടില്ല. ഏകദേശം ഒരു 4 വർഷമായപ്പോഴത്തേന് അത് തീരുമാനമായി. അപ്പം അതിന്റെ ഗ്യാരണ്ടി കാർഡ് നിങ്ങളുടെ കാണണം. ആ ഗ്യാരണ്ടി കാർഡുമായിട്ട് എക്സൈഡിന്റെ ഡീലറെ സമീപിക്കുക. ആരുടെ നിന്നാ മേടിച്ചേ? നമ്മളെ സാധാരണ നമ്മളൊരു ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്നാണ്. അതിന് പോയിട്ടില്ല. ഒന്ന് പോയി നോക്കണം. വേറൊരു സംശയം. ഇപ്പൊ ഇതിന് ഇപ്പൊ സാറ് പറഞ്ഞു നമ്മളെ ഇപ്പൊ KCBക്കാർ ഇത്ര ഇത് വാങ്ങുന്നുണ്ട്, ലൈക്ക് ഭയങ്കര മൊടയാണ്, ഇങ്ങനെ 13 രൂപയൊക്കെ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്റെ വീട് മൊത്തം ലെറ്റ്സ് സേ ഒരു 3500 വാട്ട് ടോട്ടൽ വേണം എന്റെ വീട്ടിന്. ഓക്കെ, അപ്പോ ഇതിന് മോള് സൗണ്ട് മറ്റേ അപ്പൊ അതിന്റെ സ്റ്റോറേജിന് ഒരുപാട് സ്ഥലം പോകൂലേ? അത് കുറക്കാൻ വല്ല വഴിയുണ്ടോ? അല്ല, സ്റ്റോറേജ് താൻ ബാറ്ററി ചെയ്യാനാണോ തീരുമാനിക്കുന്നത്? അതെ, ബാറ്ററി. എനിക്ക് KCB വേണ്ട. ഇപ്പം നമ്മളെല്ലാം ഇപ്പൊ ഞാൻ 7 കിലോവാട്ട് ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടില്. നെറ്റ് മീറ്ററിങ്. നെറ്റ് മീറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞു ബാക്കി വരുന്ന സർപ്ലസ് നമ്മൾ KCBക്ക് കൊടുക്കുന്നു. പകൽ സമയത്ത് ആണല്ലോ കറണ്ട് ഉണ്ടാകുന്നത്. രാവിലെ ഒരു 8 മണി മുതൽ വൈകിട്ട് ഒരു 5 മണി വരെ കറണ്ട് ഉണ്ടാകും. ആ സമയത്ത് ഉണ്ടാകുന്ന കറണ്ട് നമ്മുടെ ഉപയോഗം കഴിഞ്ഞു ബാക്കിയുള്ളത് KCBക്ക് കൊടുക്കുന്നു നെറ്റ് മീറ്ററിങ് സിസ്റ്റത്തിലൂടെ. നമുക്ക് രാത്രിയിൽ ആവശ്യമുള്ളത് നമ്മൾ അവരുടെ നിന്ന് എടുക്കും. ഇതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അപ്പൊ താനെ 500 യൂണിറ്റ് കറണ്ട് പകൽ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, മാസത്തിനാ ബില്ല് വരുന്നത്. 2 മാസമല്ല കേട്ടോ, എല്ലാ മാസത്തിലും ബില്ല് വരും സോളാർ പിടിപ്പിച്ചാൽ. അപ്പൊ 500ന്റെ താനെ 450 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സർപ്ലസ് 50 മീറ്ററിന്റെ കാശ് 3 രൂപ 60 പൈസ വെച്ച് അവര് തരും. ഇനിയും താനെ 550 ഉപയോഗിച്ചതെങ്കിൽ ആ 50 യൂണിറ്റിന് 12 രൂപ വെച്ച് അവർ ചാർജ് ചെയ്യും. പക്ഷെ എനിക്ക് ഇത് വേണ്ട, എനിക്ക് KCB കണക്ഷൻ വേണ്ട. ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കണമെന്നില്ല, എനിക്ക് തന്നെ ഞാൻ തന്നെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ എന്താണ് അതിന്റെ സൊല്യൂഷൻ? ലിഥിയം ബാറ്ററി മേടിച്ച് വെക്കുക. ലിഥിയം ബാറ്ററിയെ ഉള്ളൂ സ്റ്റെബിലൈസ് ചെയ്ത് പവർ തരത്തുള്ളൂ. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ട്യൂബുലർ ബാറ്ററിയുടെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ ഇവ നല്ല പ്രകാശിച്ചിങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് പയ്യെ 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 ചെത്തി. അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് AC ഒക്കെ പിന്നെ നടത്താനായിട്ട് ബൾബ് കത്തും, AC നടക്കത്തില്ല. അതേസമയം ലിഥിയം ബാറ്ററി വെക്കുകയാണ് AC ബൾബും എല്ലാം നടത്തും. പവർ ഇങ്ങനെ വരും,
പോകുമ്പോഴത്തേക്ക് മുഴുവൻ മുടങ്ങും. അതാണ് സ്റ്റെബിലൈസ്ഡ് പവറാണ് ലിത്യമിന്റെ. അല്ല, നമ്മളെ സ്റ്റോറേജിന്റെ നമ്മളതിന്റെ പ്ലേസും കൂടി കണ്ടതല്ല. അത്രയും സ്ഥലം നമ്മളെ വീട്ടില് ഇപ്പൊ എന്റെ വീട് 2000 ലിത്യം ബാറ്ററി ആണെങ്കിൽ തനിക്ക് വളരെ കുറച്ച് സ്ഥലം മതി. 2 ബാറ്ററി മതി ഈ പറയുന്ന 3 കിലോവാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ട്. അതിന്റെ ലൈഫ് 5 മുതൽ 8 വർഷം. അമറോണിന്റെ ബാറ്ററി ഉണ്ട്, അതല്ല എങ്കിൽ എക്സൈഡിൽ തന്നെ ഉണ്ട്, പക്ഷെ അത്ര ഈസിലി അവൈലബിൾ അല്ല. പിന്നെ ഉള്ളതെല്ലാം പേരില്ലാത്ത കമ്പനികളാണ്, അതായത് പുതിയ കമ്പനികളാണ്. നമുക്ക് അതൊക്കെ വിശ്വസിച്ചൊക്കെ മേടിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ബിസിനസ് പരമായിട്ട് വരിക ആ ഒരു ടോക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ ബാറ്ററിയും ഇതിന്റെ ആക്സസറീസും ഫ്യൂച്ചറിൽ ഒരു ചാൻസ് ആണ് അല്ലെ? പ്രൊഡക്ഷൻ ആയാലും സെയിൽ ആയാലും ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. തന്റെ മിനിമം എക്സ്പെൻഡിച്ചർ 2 കോടി രൂപ തനിക്ക് ലിത്യം ബാറ്ററി ഉണ്ടാക്കാനുള്ള കമ്പനി ഇന്ന് തുടങ്ങാൻ പറ്റും. ഒന്ന് ചൈനയിൽ പോയി അതിന്റെ ആളുകളെ കണ്ടാൽ മതി. അതല്ലെങ്കിൽ ഇവിടെ ലിത്യം ബാറ്ററി, ഈ ചെറിയ പെൻടോർച്ച് ബാറ്ററി പോലുള്ള ബാറ്ററി, അതെല്ലാം സോൾഡർ ചെയ്ത് 1800, 3500 ബാറ്ററികൾ ഒന്നിച്ച് പിടിപ്പിച്ച് കിട്ടുന്നതാണ് ഈ ലിത്യം ബാറ്ററി എന്ന് പറയുന്നത്. അത് ഇവിടെ ഇവര് ചെയ്തു. എന്നാ ഈ തൃശ്ശൂരിൽ ഒരാൾ ചെയ്തു ഉണ്ട്. പിന്നെ ഒരാൾ അങ്കമാലിയിലെ ബാറ്ററി ഉണ്ടാക്കുന്നവർ തന്നെ ലിത്യം ബാറ്ററിയുടെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കേരളത്തിൽ ഒരു 4-5 കമ്പനികൾ ഇപ്പം ലിത്യം ബാറ്ററി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ ആയിട്ട് ഞാനൊരു പ്രാവശ്യം ഇതേപോലെ ടെസ്ല കാറിന്റെ നമ്മളൊരു ക്ലയന്റിന്റെ ടെസ്ല കാർ ഉണ്ടായിരുന്നു. അപ്പോ അയാളോട് ഞാൻ ചോദിച്ചു ഇതിന്റെ ബാറ്ററി എങ്ങനെയായിരുന്നു, നമുക്കറിയില്ല, ആദ്യമായിട്ട് കാണുക. അപ്പൊ അയാൾ പറഞ്ഞു കുഞ്ഞു പീസാണ്, ഇപ്പൊ ഫാൾട്ട് ആയ സെല്ല് മാത്രം മാറ്റിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. പെൻടോർച്ച് ബാറ്ററി അതെ, ഇത്രയേ ഉള്ളൂ. പെൻടോർച്ച് ബാറ്ററി ഇത്ര നീളമുള്ളൂ. ഓക്കെ. ഇനി ആരെങ്കിലും ചോദിക്കട്ടെ, ഞാൻ പിന്നെ വരാം. ലിത്യം ബാറ്ററി ഒരു ബിസിനസ് പുതുതായിട്ട് തുടങ്ങാനുള്ള ഇപ്പൊ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, 5-8 പേര് തുടങ്ങിയിട്ടുണ്ട്. ഒൺലി പ്രോബ്ലം അവർക്ക് റെപ്യൂട്ടേഷൻ ഇല്ല. പിന്നെ ഇവർ 5 വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അത് കാരണം പീപ്പിൾ ആർ സസ്പീഷ്യസ്. പിന്നെ അത് സക്സസ്ഫുൾ ആകണമെങ്കിൽ ടെക്നിക്കലി യു മസ്റ്റ് ബി കോമ്പീറ്റന്റ്. അതല്ലെങ്കിൽ അത്ര ഈസി അല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. വെൽക്കം. അപ്പോൾ എന്തായി, ബാക്കിയെല്ലാം എല്ലാം ഓക്കെ ആണോ? സാറേ, ഈ സോളാറിന്റെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സാധ്യത എങ്ങനെയാ? കാരണം സാറ് പറഞ്ഞല്ലോ ഇപ്പൊ മക്കളെ പഠിപ്പിച്ചു, ജർമ്മനിയിൽ ജോലി കിട്ടി എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സാധ്യത എങ്ങനെയാ? ഇപ്പൊ ഓൾറെഡി BVOC എന്ന് പറഞ്ഞ ബാച്ചുലർ ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ് നടക്കുന്ന സെന്റ് ആൽബർട്ട്സ് കോളേജിലുണ്ട്, തൃശ്ശൂരിലൊരു കോളേജ് ഉണ്ട്. പിന്നെ സോളാറിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന ഇവിടെ ആലുവയിലെ മിത്രധാം എന്ന് പറഞ്ഞു അവിടെ ഫാദർ ജോർജ് പിട്ടാപ്പള്ളി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് സൗരോർജ മേഖലയിൽ പ്രവർത്തിക്കാൻ ക്വാളിഫൈഡ് ആളുകളില്ല. ചോദിച്ചാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് എന്ന് പറയും, അല്ലെ പോളിടെക്നിക്ക് ഇലക്ട്രിക്കൽ പഠിച്ചതാന്ന് പറയും. 99% പിള്ളേരും ഇതൊക്കെ തന്നെയാണ്. ശരിക്കും ഈ സോളാറിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ വളരെ കുറച്ച്. അപ്പൊ അതിന് പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ സെന്റ് ആൽബർട്ട്സ് കോളേജ് BVOC തുടങ്ങിയെന്ന് പറഞ്ഞ ആളുകൾ, കാലടി BVOC ഉണ്ട്, കാലടി സംസ്കൃത കോളേജ്, അങ്ങനെയുള്ള കോളേജിലൊക്കെ തുടങ്ങുമ്പോൾ അതൊക്കെ ആളുകൾ കുറച്ചുകൂടെ അക്സെപ്റ്റബിളാ. മറ്റത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ എന്നാ തട്ടിക്കൂട്ടാണ് ദൈവം അറിഞ്ഞു എന്ന് പറയും. പിന്നെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി കിട്ടണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻ കൊടുക്കാനുള്ള കപ്പാസിറ്റി വേണം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ടൈപ്പ് വേണം. അപ്പൊ അവരുടെ ഇതിനകത്ത് പ്രാക്ടിക്കലാ കൂടുതൽ. ബാക്കിയൊക്കെ പുസ്തകത്തിൽ വായിച്ചു മനസ്സിലാക്കാവുന്ന ഇന്റർനെറ്റ് കിടപ്പുണ്ട്. പ്രാക്ടിക്കലായിട്ട് ഇതെങ്ങനെ കണക്ഷൻസ് കൊടുത്തു, പാനലുകളുടെ വാട്ട്, ആംബിയർ, അതിനുപയോഗിക്കുന്ന കേബിള്, ഈ കറണ്ട് DC കറണ്ടാണ്, സോളാർ ഫോട്ടോവോൾട്ടൈക് പാനൽ DC കറണ്ടാണ് ഉത്പാദിപ്പിക്കുക. അപ്പൊ അത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വണ്ണമുള്ള കോപ്പർ കമ്പികൾ DC കേബിൾസ് വേണം, AC കേബിൾ പോരാ, DC കേബിൾസ് വേണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, മൈന്യൂട്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഇറ്റ് ഈസ് വിത്ത് അതോറിറ്റി യു ഹാവ് ടു സ്റ്റാർട്ട്.
ഇതിലൊരു നല്ല കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ജോലി സാധ്യത വളരെ ഉള്ളൊരു മേഖലയാണ്. 101% കോഴ്സ് കഴിഞ്ഞവനെ എൻ്റെ അടുക്കിലോട്ട് വിടുക, ഞാൻ അവന് ജോലി കൊടുക്കാം. ഇനി എൻ്റെ സ്ഥാപനത്തിലല്ല, അല്ലാതെ ഇവിടെ എല്ലാവരും തപ്പിക്കൊണ്ട് നടക്കുന്നതാ. പിള്ളേരെ വേണം, സ്റ്റാഫിന് ഭയങ്കര ഡിമാൻഡാ. ഈ സോളാർ കമ്പനി ഇന്ന് കേരളത്തിലെ ഒഫീഷ്യൽ അല്ല ആയതും അല്ലാത്തതും എല്ലാം കൂടെ ഒരു 1200-ലധികം കമ്പനികളുണ്ട്. അതില് ഒരു 150-200 കമ്പനികളെ ഉള്ളൂ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് മാന്യമായ രീതിയിൽ അത് ചെയ്തു കൊടുക്കുന്നവരും. 5 വർഷത്തെ വാറണ്ടി കൊടുക്കണം, 5 ഇയർ വാറണ്ടി അവരുടെ ലെറ്റർ ഹെഡിൽ എഴുതി സീൽ ചെയ്ത് കൊടുക്കണം. 5 കൊല്ലം ഞങ്ങൾ ഇത് നോക്കിക്കൊള്ളാം. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്നവർ 10-200 പേരേ ഉള്ളൂ. ഞങ്ങളുടെ അസോസിയേഷനിൽ തന്നെ അതിന്റെ 120 പേരുണ്ട്, 120 പേരേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഇതെന്നാന്നറിയോ, നമ്മള് മോനെ 1 കിലോവാട്ട് വേണം, എത്ര രൂപ സാറേ? 2 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറയുന്നത്, കുറച്ച് പിടിക്കുന്നതാ. ശരിക്കും അത് 240 മേടിച്ചാലേ അവനത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ 2 ലക്ഷം എന്ന് പറയും. എന്നിട്ട് ഇവൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. ആ കാട്ടിക്കൂട്ടാണ് ഈ സോളാർ ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിച്ചോണ്ടിരുന്നത് ഇത്രയും കാലം. അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴും ചില ആളുകൾ അങ്ങനെ ചെയ്യും. കാരണം ഇതിന് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ കേബിള് കപ്പാസിറ്റി ഇല്ലാത്തത് ഇട്ട് കഴിഞ്ഞാൽ DC ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്ക് കേബിള് ചൂടാവും, എന്നിട്ട് കേബിള് വിരിയും, എന്നിട്ട് അതിനകത്ത് പൊടിയും വെള്ളവും എല്ലാം കയറി ഷോർട്ടാകും, പല പ്രശ്നവും. അതുപോലെ തന്നെ ഇൻവെർട്ടർ 95% ഇപ്പൊ ഉപയോഗിക്കുന്നത് ചൈനീസ് ഇൻവെർട്ടറാണ്. ഇപ്പൊ ഫ്രോണിയസ് എന്നൊക്കെ പറഞ്ഞ് ഓസ്ട്രിയയുടെ ഇതുണ്ട്, അതായത് യൂറോപ്പിൽ നിന്നൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ ചിലർ അതൊക്കെ ഉപയോഗിക്കും. വിലയാണേലും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചും മേടിക്കും. അപ്പൊ അതാണ്. പിന്നെ ഇതിനകത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ശകലം എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇല്ലാതെ ഇറങ്ങി കഴിഞ്ഞാലേ നമുക്ക് അടി കിട്ടും, നമ്മുടെ റെപ്യൂട്ടേഷൻ പോകും. റെപ്യൂട്ടേഷൻ ഒരിക്കലും മാർക്കറ്റിൽ കളഞ്ഞു കഴിഞ്ഞ് പിന്നെ നിങ്ങളൊരു അച്ചാർ കമ്പനി തുടങ്ങിയാൽ പോലും ആരും മേടിക്കത്തില്ല, അവൻ കള്ളനാടാന്ന്. അതാണ് അതിന്റെ കാര്യം. ഈ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് സോളാർ മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുടെ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഫുഡ് പ്രോസസ്സിങ്, പലരും പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ എഴുതിയിടും. അതിനകത്ത് ഞാൻ അതിനൊക്കെ മറുപടി തരാതെ, പല കാര്യങ്ങളും എനിക്കറിയാം, പക്ഷെ മറുപടി തരാത്ത എന്നാന്നറിയോ, ആ ചോദ്യത്തിനൊരു ജെന്യുവിനിറ്റി. ഒന്ന്, അയാൾ ആരാന്ന് പറയത്തില്ല, അയാളെ നമുക്കറിയാൻ മേല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ എത്ര രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അയാൾ പറയത്തില്ല, എത്ര രൂപയാണ് ശരിക്കും അയാൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നില്ല, അയാളുടെ ബിസിനസ് മോഡൽ എന്നാണെന്ന് പറയുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റാ. ബിസിനസ് മോഡൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ബിസിനസ് മോഡൽ പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് കിട്ടത്തുള്ളൂ. ഈ മല്ലയെ കളിയാക്കി മിസ്തുബിഷി അല്ല, നമ്മുടെ മഹേന്ദ്രയുടെ മകന്, ആനന്ദിന്റെ മകൻ തമാശയായിട്ട് പറഞ്ഞേ, ഈ ബിസിനസ് മോഡല് കൃത്യമായിട്ട് പാലിക്കാത്ത കമ്പനികളാണ് പരാജയപ്പെടുന്നത്. അതുകൊണ്ടാണ് മലയായിക്ക് ബിസിനസ് മോഡൽ ഇല്ലായിരുന്നു, പക്ഷെ വിമാനം നിറയെ മോഡലുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബിസിനസിന്റെ മോഡൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇരുന്നാൽ മാത്രമേ ബിസിനസ് സക്സസ്ഫുൾ ആയി. അത് തന്നെയാണ് ജെറ്റ് എയർവേസിന് സംഭവിച്ചത്. അയാളിപ്പോ ജയിലിൽ കിടക്കുന്നു, ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞ ആഴ്ച, വളരെ ദരിദ്രമായിട്ട്. പിന്നെ മറ്റേ ആള് മലയ പിന്നെ ഇഷ്ടംപോലെ തന്തയുണ്ടാക്കി മുതലുള്ളതുകൊണ്ട് ഇംഗ്ലണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് അത് വഴിയൊക്കെ നടക്കും. പക്ഷേ നാട്ടിൽ കയറണമെങ്കിൽ സൂക്ഷിക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് കറക്റ്റ് ബിസിനസ് മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് എവിടെ ചെന്ന് നിൽക്കുക എന്നുള്ളത്. മറ്റത് ചുമ്മാ ഈ എമോഷണൽ ബിസിനസ് ആയിരിക്കും. ഇത് നല്ലതാണ്, നല്ല രസമാണ്, ഞാനിത് ചെയ്യും, മറ്റവല്ല. അങ്ങനെയല്ല. ഈ വലിയ കൊച്ചമ്മമാരൊക്കെ ഇവിടെ ബോട്ടിക്ക് തുടങ്ങും. ബോട്ടിക്ക് പെണ്ണുങ്ങൾക്ക് സാരി, അതേ ഇത് മറ്റേ ഒരു 6 മാസം പോലും നിലനിൽക്കത്തില്ല. കെട്ടിയതിന്റെ ഒരു 5-6 ലക്ഷം രൂപയിൽ നിന്ന് നശിപ്പിച്ച്, 5-6 അല്ല, ചിലപ്പോൾ 10-50 ലക്ഷം വരെ പോയവരെ എനിക്കറിയാം. എന്നിട്ട് ബൂട്ടിക്ക് നിന്നു. കാരണം അവരതിനകത്ത് ശരിക്കും ഹൃദയവും മനസ്സും ഇട്ട് ഇറങ്ങിയല്ല. നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അത് ആളുകൾ എല്ലാവരും പറയണമെന്നില്ല, ആളുകൾ വാച്ച് ചെയ്യും. ഹൗ ഫാർ ഹി ഡീപ്പ് ഇൻ ടു. അതല്ലാതെ നമ്മൾ ചുമ്മാ പ്രതലത്തിൽ നിന്ന് കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും
നമ്മൾ അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി. പലരും പല ബിസിനസ് ഐഡിയകളുമായിട്ട് ഇങ്ങനെ നടക്കുക, പക്ഷെ എല്ലാവരും പ്രശ്നം ഫണ്ട് കിട്ടുന്നില്ല, ഫണ്ട് ഇല്ല എന്നുള്ളതാണ്. അത് ഈ അത് ഫണ്ട് അങ്ങനെ ബിസിനസ് ഐഡിയകളുമായിട്ട് നടക്കുന്നവർ കൃത്യമായിട്ട് ബിസിനസ് പറയുന്നില്ല എന്നുള്ളതാ സത്യം. ഈയിടെ ഒരു പയ്യൻ എവിടെയോ തമിഴ്നാട്ടിൽ പോയി, ഞാൻ അവിടെ ഡ്രൈവറായിരുന്നു, ബിരിയാണി വിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലതാണ്. എന്നിട്ട് അതൊക്കെയാ പ്രശ്നം. അതായത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു കടലാസിൽ എഴുതിയ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ല അവരുടെ കയ്യിൽ. പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം. പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുമ്പോഴത്തേക്ക് അതിനകത്ത് ഫീസിബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി വരണം. വന്നില്ലെങ്കിൽ പിന്നെ അത് ഫെയിലിയർ അല്ലേ. ചുമ്മാ എനിക്ക് ചന്ദ്രനിൽ പോകണമെന്നും പറഞ്ഞ് ഞാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കുമോ? പോകാൻ പറ്റത്തില്ല. എലോൺ മസ്ക് വിചാരിച്ചിട്ട് ചന്ദ്രനിൽ പോകാൻ പറ്റത്തില്ല, സ്പേസിലേ പോകുന്നു, സ്പേസിൽ പോയി തിരിച്ചു വരിക. അപ്പം അത്രേ ഉള്ള അതിന്റെ കാര്യം. നമ്മൾ പണം മുടക്കണം, പ്ലാൻ ഉണ്ടായിരിക്കണം, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുണ്ടായിരിക്കണം, ഇതെല്ലാം കാണണം. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഇത് തോന്നി ഇത് അങ്ങനെ ചെയ്താൽ ഇത് നല്ലതാണല്ലോ. എനിക്കങ്ങനെ പലതും തോന്നിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടക്കത്തില്ലല്ലോ. അതൊക്കെ വെളി പറയുന്നത് ഒരു വിഡ്ഢിത്തരമാണ്. നമ്മളുടെ മനസ്സിലെ ചുമ്മാ സ്വപ്നങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ സ്വപ്നങ്ങളുള്ള 1000 പേരുണ്ട്. എത്രയോ പേർക്ക് ഏതെല്ലാം തരം സ്വപ്നങ്ങളുണ്ട്. അത്ര ഈസി അല്ലേ അതൊന്നും നടത്താനായിട്ട്. കാരണം നമ്മൾ അതിനകത്ത് എത്ര ഒരു കൊല്ലംകാരനൊരുത്തൻ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എനിക്കൊരു ഞാൻ ഈ ഇലക്ട്രിക് വണ്ടികളൊക്കെ കിച്ചൺ ഉണ്ടാക്കി കൊടുക്കും, അതുപോലെ തന്നെ ഈ ടാറ്റ എയ്സലൊക്കെ കിച്ചൺ ഉണ്ടാക്കി കൊടുക്കും. അവൻ പറഞ്ഞു, സാറേ എനിക്ക് 10,000 ഇഡലി കൊടുക്കണം ഒരു അമ്പലത്തില്, കൊല്ലത്തെങ്ങാണ്ട് ഒരു അമ്പലത്തിൽ നേർച്ചയാ. നേർച്ചയെന്ന് പറഞ്ഞാൽ ആളുകൾ പ്രസാദമാണ്. അപ്പൊ ഇവൻ അതിന്റെ ഓർഡർ കിട്ടും അത്രേ. അവൻ വേണമെന്ന് പറഞ്ഞത്. അവൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ ഇഡ്ഡലി കമ്പനിക്കാരന്റെ കൂടെ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഷെഫാണ് അവൻ, കുക്കാണ് അവൻ. അവൻ ഇതിന്റെ ഏറ്റവും വിസിറ്റ് അറിയാം. അവൻ സംസാരിക്കുമ്പോഴേ എനിക്കറിയാം അവന്റെ കാശില്ല. അവൻ 100%, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 12 ലക്ഷം രൂപ ഇട്ട് ആ ടാറ്റ ഏസ് മേടിച്ച് ഇത് പിടിപ്പിച്ചു കൊടുത്താൽ മറ്റവൻ സക്സസ്ഫുൾ ആവുന്നത് ഷുവറാ. പക്ഷെ വേറെ കാര്യമുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഒരു നന്നായിട്ട് ബിസിനസ് അറിയാവുന്നവനാ, അല്ലെ വർക്ക് ചെയ്യാൻ അറിയാവുന്നവനാന്ന് പറഞ്ഞ് ഇതും കൊടുത്ത് കൊല്ലത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണാൻ ഞാൻ കവടി നടത്തണം. അവനത് വഴി തരാൻ സാറേ എന്നൊക്കെ പറയും, തരത്തില്ല. പലർക്കും അങ്ങനെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, ആരും തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ സഹായിക്കുന്നവർ സക്സസ്ഫുൾ ആയാൽ തിരിച്ചു വരുന്നത് 100-ൽ 98% പേരും വരത്തില്ല. 2 പേര് വന്ന ദൈവത്തിന് സ്തുതി, അല്ലാതെ ആരും വരത്തില്ല. അതാണ് അതിന്റെ സത്യം. അതുകൊണ്ടാണ് ആരും ഇപ്പോഴത്തെ കാലത്ത് ഈ സ്നേഹവും കടപ്പാടും ഒന്നും ഇല്ലല്ലോ ആർക്കും, എല്ലാം ആർട്ടിഫിഷ്യലാണ്. അപ്പൊ അത് കാരണം ആരും സഹായിക്കത്തില്ല. പണം ഉള്ളവർ പോലും സഹായിക്കും. ഈയിടെ ഒരുത്തന് ഓസ്ട്രേലിയയിൽ പോകാൻ 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് കാണിക്കണമെന്ന് പറഞ്ഞു. ഞാനല്ല കാശ് കൊടുത്തത്, എൻ്റെ ഒരു സുഹൃത്താണ് കാശ് കൊടുത്തത്. എന്നോട് പറഞ്ഞു ജോർജ് കുട്ടി കൊടുത്തോന്നും പറഞ്ഞ് എനിക്ക് അയച്ചു 5 ലക്ഷം രൂപ. ഞാൻ അവനോട് പറഞ്ഞടാ ഇന്ന ആള് 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, നിനക്ക് തരാമെന്ന് പറഞ്ഞ് കൊടുത്തു. അവനിപ്പോ 1 കൊല്ലം കഴിഞ്ഞ് അവൻ ഇതുവരെ ഓസ്ട്രേലിയയിൽ പോയുമില്ല. 5 ലക്ഷം രൂപ എടുത്ത് അവന് അവന്റെ ചെലവ് വെച്ചു. കാശ് തിരിച്ചു ചോദിക്കുമ്പോൾ തരാം. ഇനിയും അവന് കൊടുക്കാൻ പറ്റുമോ? ഒരുമാതിരി വിവരം വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനാണ്. അവനെ ഡിസൈനറോ ഏതാണ്ടൊക്കെയാ. രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു, പക്ഷെ അവൻ രക്ഷപ്പെട്ടില്ല. ചുരുക്കം നമ്മുടെ 5 ലക്ഷം, എൻ്റെ സുഹൃത്തിന്റെ 5 ലക്ഷം രൂപ. അപ്പൊ അതൊക്കെയാണ് ആർക്കും ഇപ്പം അങ്ങനെ സഹായം ചെയ്യാൻ. ചില ആളുകൾ എൻ്റെ അടുത്തേക്ക് വരും, സാറേ ജർമ്മനിയിലൊന്ന് വിടാവോ? സാറിന് മക്കളൊക്കെ അവിടെ അല്ലേ? മക്കളൊക്കെ അവിടെയാ, നിന്നെ വിടാം. നീ ഒരു കാര്യം ചെയ്യും, 3 ഡിഗ്രി എങ്കിലും +2 എങ്കിലും പാസ്സായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് എന്തെങ്കിലും ഒരു ഡിവിഷനിൽ ഇതായിരിക്കും. B2 ലാംഗ്വേജ് A1 A2 B1 B2 പാസ്സായി സർട്ടിഫിക്കറ്റുമായിട്ട് വരും. ഞാൻ നിന്നെ വിടാം, ജർമ്മനി വിടാം. അടുത്ത ആഴ്ച പ്രോസസ്സിങ് തുടങ്ങാം. പക്ഷെ അപ്പൊ B2 ഇല്ല, ഡിഗ്രി പഠിച്ചിട്ട് +2 പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവനെ വിടാനാ? പറ്റത്തില്ല. അല്ല ഞാൻ കാശ് തരാം സാറേ, എനിക്ക് കാശ് വേണ്ട. ഇത് നമ്മളൊരു കാര്യം ചെയ്താൽ അവൻ ഗതി പിടിക്കണ്ടേ? ഗതി പിടിക്കുന്നില്ല പിന്നെ എന്നാ അതിനാ? അപ്പൊ ജെനുവിനിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ ബിസിനസ് തുടങ്ങാൻ വരുന്നവരും സഹായം ചോദിക്കാൻ വരുന്നവരും എല്ലാം തട്ടിപ്പും പെട്ടിപ്പും. അത് കാരണം ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും അലർട്ടാവും. ആരെങ്കിലും വരുമ്പോഴത്തെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ പലരും ബിസിനസിന്റെ പ്രപ്പോസൽ വരുമ്പോഴെല്ലാം
ഞാൻ വളരെ സംശയദൃഷ്ടിയോടുകൂടിയേ കാണാറുള്ളൂ. ശരിക്കും ഇവർ പറയുന്ന എന്താണ് ഇവന്റെ ലക്ഷ്യം എന്നുള്ളതാ. അതൊരു മലയാളി തിങ്കിങ് കേട്ടോ. കണ്ണുമടച്ച് വിശ്വസിച്ച് പഠിക്കണമെന്നാ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ച് പഠിക്കണം. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല. കാരണം 95% തട്ടിപ്പ് വെട്ടിപ്പോ. അത് കാരണം അങ്ങനെ വിശ്വസിച്ച് നമ്മൾ ചെയ്ത് നമ്മുടെ കാശ് ഉത്തരവ് ഉള്ളൂ. പിന്നെ കാശില്ലാതുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, നമുക്ക് ഒരു ഒരു ഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇന്നത് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ചെന്നാൽ മതി, ഇന്നയാളെ കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാ, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ ഈ ജോർജ് സാറ് പറയും. നമസ്കാരം. സാറ് ഞാൻ ബിഥുനാണ് സാറ്, കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ സ്ഥാപനം ബാക്ക് ടു ഹാർമണി ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നാണ്. ഞാൻ ഈ സാർ ഇപ്പോൾ ഇടയ്ക്ക് നല്ലൊരു പോയിന്റ് എനിക്ക് ക്യാച്ചിങ് ആയിരുന്നു, ബിസിനസ് മോഡൽ ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട്. അപ്പോൾ ഞാനിപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് മൂവ് ചെയ്യുന്നുണ്ട് ബാങ്കിൽ. അപ്പോൾ അത് PMEGP ആണ്. ഈ ബാങ്കിനടുത്ത് അവരിപ്പോൾ എൻ്റെ അടുത്ത് ഒരു പേപ്പർ ചോദിച്ചിട്ടുണ്ട്, അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കുന്ന ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് നമ്മളത് അവരങ്ങനെ ഒരു റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം വെരിഫൈ ചെയ്ത് ഓക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. എത്ര ലക്ഷം 2 രൂപയുടെ ദിവസമായിട്ട് ലോണാ അവരെന്നെ ചോദിച്ചേ? വിളിച്ചിട്ട് എത്ര ലക്ഷം രൂപയുടെ ലോണാ ചോദിച്ചേ? 7.25. അവര് അസറ്റ് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, താൻ ഈ 7.25 ലക്ഷം രൂപയും തരാതെ അതിന്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടി 15 ലക്ഷം ആയി കഴിയുമ്പോൾ അയാളുടെ ജോലി തെറിക്കും, അയാൾക്ക് പെൻഷനും കിട്ടത്തില്ല. അതുകൊണ്ട് 15 ലക്ഷം രൂപയുടെ ആസ്തി തനിക്കുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഈ അസറ്റ് ചോദിക്കുന്നത്, അതിന്റെ ഡോക്യുമെന്റ് ചോദിക്കുന്നത്. അത് കൊടുക്കാമല്ലോ, അത് പ്രോപ്പർട്ടി ഉണ്ട് കാണിക്കാമല്ലോ അല്ലേ? അത് കാണിച്ചു എടുത്ത് വെച്ച്, സാറേ ഞാൻ ജെന്യൂൻ, ഇപ്പൊ ജെന്യൂൻ എന്ന് പറഞ്ഞാലും ബാങ്ക് മാനേജർമാർ ഒന്നും വിശ്വസിക്കത്തില്ല. ഒരു ബാങ്ക് മാനേജറും ആരെയും പക്ഷെ ഈ നമ്മുടെ PMEGP ഗൈഡ് ലൈനിൽ കൊളാട്രൽ ഫ്രീ ആണ്, സെക്യൂരിറ്റി ഇല്ലാതെയാണ് അത് ഗൈഡ് ലൈനിൽ ഉള്ളത്. അതെ, പക്ഷേ എന്നിട്ട് അവര് ഈ ബാങ്ക് മാനേജർ അപ്പം വേറെ എന്തെങ്കിലും ഇതൊക്കെ പറയും. ഈ എന്നാ ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററിന്റെ അതിന് എന്നാ പറയുന്നത്, എന്തോ ഒരു പേരുണ്ടല്ലോ, പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതല്ലെന്ന് അതിനകത്ത് ഒരു പേര് പറയുമല്ലോ, ഞാനത് മറന്നുപോയി. ആർക്കെങ്കിലും അറിയാമോ ഇവിടെ ഇരിക്കുന്നവർക്ക്? MSME MSME സാർ, MSME അല്ല, MSME പ്രോജക്ട്. MSME അല്ല, വേറെ മുദ്ര അത് തന്നെ. മുദ്ര ലോൺ 10 ലക്ഷം വരെ മുദ്ര വേറെയാണ് സാർ. ഒരു ഗ്യാരണ്ടിയും കൊടുക്കണ്ട. പക്ഷെ പല മാനേജർമാരും സൗകര്യപൂർവം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാനായിട്ട്, അതാണിപ്പോ ആ മാനേജർ തന്നോട് ചോദിച്ചിരിക്കുന്നത്. അതാ നിങ്ങളുടെ അസറ്റ് എന്നാ, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റോ. കാരണം മുദ്ര ലോൺ കൊടുക്കുമ്പോഴും ഇയാളാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചറിയാം, നമ്മൾ ബാങ്ക് മാനേജറിന്റെ ഷൂവിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ അയാൾ റിട്ടയർ ആകുമ്പോഴത്തേക്ക് പെൻഷൻ കിട്ടത്തില്ലെന്നേ, ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നേ. അപ്പൊ അതുകൊണ്ട് അവര് വിചാരിക്കുന്നത്, ഞാൻ അറിയാത്ത കേൾക്കാത്ത എടുത്ത് ഞാൻ 3 കൊല്ലം ഇവിടെ ഇരിക്കും, അല്ല 5 കൊല്ലം ഇരിക്കും, അത് കഴിഞ്ഞ് ഞാൻ വേറെ ബ്രാഞ്ചിൽ പോകും. അപ്പൊ അതുകൊണ്ട് അയാൾ തരാത്തത് ശരിക്കും. അപ്പൊ അതിന് നമ്മൾ അസറ്റ് ഉണ്ട്, നമ്മൾ സീരിയസ് ആണ്, നമ്മളത് ചെയ്യും. തനിക്ക് തന്നെ സ്റ്റുഡിയോയോ? ഞാൻ സ്റ്റുഡിയോ വർക്കാണ് സാർ. അത് എന്താണ്, അത് സ്റ്റുഡിയോ എന്ന് പേരിട്ടെന്നേ ഉള്ളൂ. അതിനകത്ത് ചെയ്യുന്നത് MSME സപ്പോർട്ടും ഈ പുതിയ സംരംഭകർക്ക് വേണ്ട സഹായക സഹകരണങ്ങൾ ചെയ്തു കൊടുക്കലാണല്ലോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അതുപോലുള്ള ലീഗൽ കോംപ്ലയൻസ്, ഈ പറയുന്ന പ്രൊജക്ട് റിപ്പോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. പിന്നെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ തയ്യാറാക്കി കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ ആയിട്ടൊന്നും കാണുന്നില്ല, എല്ലാം ഐഡിയാസാ. അതുകൊണ്ടാണ് ബാങ്ക് മാനേജർ കൊളാട്രൽ സെക്യൂരിറ്റി ചോദിക്കുന്നത്. അതെ. കാരണം നമ്മൾ പലപ്പോഴും കൊടുക്കാമെങ്കിൽ കിട്ടും, അത് കൊടുക്കാം, അത് കാണിക്കാം, കുഴപ്പമില്ല. അതിനകത്ത് ഇപ്പൊ അവർക്ക് നമ്മൾ അതെങ്ങനെ ഫോമിൽ ഫില്ല് ചെയ്ത് കാണിച്ചാൽ പോരെ, അതിനകത്ത് വെക്കണ്ടല്ലോ അല്ലേ അതിനകത്ത്. അതിന്റെ അത് ബാങ്ക് മാനേജേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ്. നമ്മളെ അറിയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കണ്ണുടച്ചൊക്കെ തരും. അതല്ലാതെ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്, അത് ചിന്തിക്കണം. ശരി സാർ, താങ്ക് യു. എപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം,
കഴിവതും നമ്മളുടെ സുഹൃത്ത് വലയത്തിൽ നിന്നൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വിജയിക്കുന്ന ഒരു സംവിധാനമാണ് ഏറ്റവും നല്ലത്. ബാങ്കിൽ നിന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ലയബിലിറ്റിയാണ്. മാസം മാസം ഇൻട്രസ്റ്റാണ്. അതും 12%, 9, 10%, 12% ഇരിക്കുമ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ. അപ്പൊ ഇതങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ഒരു ബിസിനസ് തുടങ്ങിയാല് ഒരു 3 വർഷത്തേക്ക് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും കിട്ടത്തില്ല. അതാണ് അതിന്റെ കാര്യം. ആ 3 വർഷം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ വിജയിച്ചു. പക്ഷെ ആ 3 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ലയബിലിറ്റി എന്ന് വെച്ചിട്ടുള്ള ജോബ്, ഇറ്റ് ഈസ് എ ബിഗ് എമൗണ്ട് ദെൻ. അപ്പൊ അതെപ്പോഴും സൂക്ഷിച്ചോണം. ഈ ലോൺ മേടിച്ച് ബിസിനസ് ചെയ്ത് 95% ആളുകളും ചെയ്യുന്നതിനറിയാം. ലോൺ മേടിച്ച ആദ്യം ഒരു ഓഫീസ് അങ്ങ് AC ഒക്കെ വെച്ച് അങ്ങ് സ്റ്റൈലായിട്ട് അങ്ങ് ഉണ്ടാക്കും. അതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. അല്ലാതെ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങളല്ല ചെയ്യുന്നത്. ആദ്യം ഒരു ഓഫീസ്, AC, പത്രാസ്, ചിലർ കാറ് മാറും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ബാങ്ക് മാനേജേഴ്സിന് അറിയാം. അതുകൊണ്ടാണ് അവര് വളരെ റിലക്റ്റന്റ്, റാദർ സസ്പീഷ്യസ്. അതാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മൾ കഴിവതും ലോ പ്രൊഫൈല് നടത്തിയാൽ വിജയിക്കാൻ പറ്റും. നാരായണമൂർത്തി ഇൻഫോസിസ് ഉണ്ടാക്കിയിട്ട് പുള്ളിയുടെ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിച്ചിട്ടത്. പുള്ളി ഒരു ബാങ്ക് ലോണും മേടിച്ചില്ല. പുള്ളിയുടെ ഭാര്യയുടെ വള വിറ്റാണ് കമ്പ്യൂട്ടർ മേടിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് സക്സസ്ഫുൾ ബിസിനസ്മാന്റെ സ്റ്റോറീസ് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാറേ, ഭാര്യയുടെ വള കിട്ടാത്തവര് പിന്നെ ബാങ്കിൽ പോയാലേ പറ്റൂ സാറേ. അതേ പറ്റൂ. വളയില്ലെങ്കിൽ ബാങ്കിൽ പോണം. ബാങ്കിൽ പോയാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഇതൊക്കെ മനസ്സിലാക്കി, അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കണം. നമ്മൾ അത്രമാത്രം സീരിയസ്. 80കളിലെ ഭാര്യമാരല്ല സാറേ ഇപ്പോഴത്തെ ഭാര്യമാര്. അതുകൊണ്ട് സ്വന്തം ഭാര്യയെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വളരെണ്ണമെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ താൻ എന്ത് കൺവിൻസിങ് പറഞ്ഞാണ് താൻ ബിസിനസ് ഉണ്ടാക്കാൻ പോകുന്നത്? മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരെ പോകും. സ്വന്തം ഭാര്യയെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. പിന്നെ താൻ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്നത്, ഞാൻ പ്രൊമോട്ട് ചെയ്തു തരാം, ഞാൻ അത് ചെയ്തു തരാം, ഇത് അതല്ല. ആദ്യം ഇറ്റ് സ്റ്റാർട്ട് ഫ്രം അവർ ഫാമിലി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടാസ്ക് അവിടെ കിടക്കുന്നുണ്ട്. ആ ടാസ്ക് കറക്റ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞ് സാർ, പുള്ളിക്കാരൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. ആദ്യം നമ്മുടെ ജീവിതത്തില്, ഇതിപ്പം ഒരു മാരീഡ് ലൈഫാണ് നമ്മുടെ ജീവിതത്തിലെ, ഭാര്യ വലിയ ഇമ്പോർട്ടന്റ് സാധനമാണ് കേട്ടോ. വളരെ വളരെ ഇൻസ്പയറിങ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഭാര്യയാണ് നമ്മളുടെ ഇത്. പറയുന്നത് കേട്ടിട്ടില്ലേ, എന്നാ എല്ലാ സക്സസ്ഫുൾ മാൻ്റെയും പുറകിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. അത് ഏത് സ്ത്രീയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും ഭാര്യ എന്നാണ് നമ്മള് ചിന്തിക്കുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതൊരു പ്രോവർബാ, ഇംഗ്ലീഷ് പ്രോവർബാ. അപ്പൊ ചുരുക്കത്തില് നമ്മള് വീട്ടില്, ഞാൻ ഈ സോളാറൊക്കെ തുടങ്ങിയപ്പോൾ 100 പ്രാവശ്യം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വട്ടാണ്, നിങ്ങൾക്ക് ഈ സോളാറിനെ കുറിച്ച് എന്താ അറിയാം, നിങ്ങൾ ഇത് ആർഭിക്കുന്ന കാര്യമായി പറയുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ഭ്രാന്തമായ ആശയമായിരുന്നു ഞാൻ ഈ സോളാർ എന്ന് പറഞ്ഞ് തുടങ്ങിയത്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് 24 വർഷം ഇപ്പോഴും ഞാൻ അതിൽ നിൽക്കുകയാണ്. ഞാൻ മാറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. നമ്മൾ തൊഴിൽ തുടങ്ങിയാൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഇതാണ് നമ്മുടെ പോളിസി. അപ്പോൾ വിജയിക്കും. അപ്പൊ ദൈവം ചിലപ്പോൾ ബിസിനസ് നമ്മൾ വിജയിക്കത്തില്ലായിരിക്കും. നമ്മളുടെ ഈ കർമ്മങ്ങളുടെ ഫലം ഉണ്ടല്ലോ, ആ ഫലപ്രകാരം ചിലപ്പോൾ മകന് സോളാർ എഞ്ചിനീയർ ആക്കും, അവന് ജർമ്മനി സീമൻസ് ജോലി കിട്ടും, അവൻ വലിയ സാറാ, അവൻ യൂറോപ്പ് ഹെഡാ ഇപ്പൊ. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ തരും. അപ്പൊ വിചാരിച്ചോണം, എന്തോ നമ്മുടെ കർമ്മം ഏറ്റു എന്നുമാണ്. അപ്പൊ അതുപോലെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മനസ്സിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ വിജയിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ സംശയങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറിന് 1 മണിക്കൂറാണ് സാർ പറഞ്ഞതിപ്പോ 1.5 മണിക്കൂറായി. കഴിഞ്ഞ തവണത്തെ അതേ കോലത്തിലേക്ക് പോവുകയാണ്. ഈ മഴയായതുകൊണ്ട് എല്ലാവർക്കും ഒരു തണുപ്പാ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരസ്പരം അറിയാത്ത ആളുകളല്ലേ സംസാരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ട്. പിന്നെ പലരും അവനവന്റെ ജീവിത കഥ എല്ലാവരുടെയും മുമ്പ് വെച്ച് അങ്ങനെ തുറന്നു പറയാനും
അവന് കിട്ടിയ അടിയും പിടിയും അല്ലെങ്കിൽ നഷ്ടങ്ങളും ഇതൊക്കെ പറയാനൊക്കെ മടിയാടി. പിന്നെ പൊതുവായിട്ട് ജനറലായിട്ട് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ പലപ്പോഴും ചിലടത്ത് കോളേജിലൊക്കെ പോയി ക്ലാസ് എടുക്കും, പിള്ളേരോട് ചോദിക്കും, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാന്ന് പറയും. ഒരൊറ്റ കൊച്ചു ചോദിക്കത്തില്ല. കാര്യം എന്നാന്നറിയോ? മറ്റു കൂട്ടുകാരികൾ കളിയാക്കും, അല്ലെ കൂട്ടുകാരന്മാർ കളിയാക്കും. പിന്നെ ഞാനത് ചോദിച്ചിട്ട് ആരെങ്കിലും ചോദിക്കും. ആ ചോദ്യം പറഞ്ഞിട്ടും ഇല്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വളരെ കുറവാണ്. സാറേ, ഞാൻ ക്യാഷ് ഇല്ലാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഐഡിയയും എൻ്റെ ഡെഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഞാനൊരു സർവീസ് ഫീൽഡാണ് നോക്കുക. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ് തന്നെ. അതൊന്ന് സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ടൈം പിടിക്കും? ഏത് ബിസിനസ്സും വിജയിക്കുന്നതിന് 1 വർഷം നമ്മൾ വെക്കണം. 1 വർഷം. എൻ്റെ ഒരിക്കല് ഞാന് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂര്യപ്രകാശത്തിൽ കോഴിമുട്ട വിരിയിക്കുന്ന മെഷീൻ ഉണ്ടാക്കിയ ആളാണ്. എനിക്ക് IIT മദ്രാസ് 30,000 രൂപ, 3 ലക്ഷം രൂപ എനിക്ക് ഇത് തന്നതാ. എന്നാ പറയുന്നത്, സമ്മാനം തന്നതാ. അത് നിങ്ങൾ ഇന്റർനെറ്റിൽ എടുത്ത് സോളാർ പോൾട്രി ഇൻക്യുബേറ്റർ എന്ന് അടിച്ചാൽ ലൈഫ് സോളാർ ജോർജ് കുട്ടി എന്നൊക്കെ കാണും. എന്നിട്ട് ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ 3 ലക്ഷം രൂപയും കിട്ടിയല്ലോ. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എന്നെ ഒരാൾ വിളിക്കുകയാണ്. ആര്? ഹിന്ദു പത്രത്തിന്റെ ഒരു എന്നാ പറയുന്നത് റിപ്പോർട്ടർ. എനിക്ക് നിങ്ങളുടെ ഇതിനെക്കുറിച്ചാണ്. എന്നിട്ട് ഹിന്ദു പത്രത്തിൽ 1/4 പേജ് എന്റെ വെബ്സൈറ്റ് കയറി നോക്കിയാൽ അവിടെ കിടപ്പുണ്ട്. 2007 ഇടുകയാണ്. ഓൾ ഇന്ത്യ ഇടുകയാണ്. ഇന്ത്യയിലുള്ള എല്ലാ കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ ആളുകൾ എന്നെ വിളിക്കുക, നിങ്ങൾ ഇതുമായിട്ട് വരൂ, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതായത് എനിക്ക് ഇവരെ ഒന്നും അറിയാനും വരാതെ ഞാൻ പറഞ്ഞു, സാറേ അതിന് 80,000 രൂപയാകും, അത് അയച്ചു തന്നാൽ ഞാൻ. അയ്യോ, അങ്ങനൊന്നും അയച്ചു തരാൻ പറ്റത്തില്ല, ഞങ്ങള് ഗവൺമെന്റ് എംപ്ലോയീസാണ്, ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിച്ചാണ് ചില പൈസ. അപ്പം നമ്മളോട് ആർക്കും, നമുക്ക് അവരെയും വിശ്വാസമില്ല, അവർക്ക് നമ്മളെയും വിശ്വാസമില്ല. എങ്ങനെ നടക്കും? അവസാനം ജാബുവ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു ഓഫീസർ പറഞ്ഞു, മിസ്റ്റർ ജോർജ്, ഞാൻ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് ഞാൻ ഹിന്ദുവിലെ റിപ്പോർട്ട് കണ്ടു, IIT മദ്രാസിൽ ഞാൻ വിളിച്ചു ചോദിച്ചു, ജെനുവിനാന്ന് മനസ്സിലായി. നിങ്ങൾ പറയുന്ന 80,000-ന്റെ പകുതി 40,000 രൂപ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഇട്ട് തരാം, നിങ്ങൾ ഈ പ്രോഡക്റ്റുമായിട്ട് ഇവിടെ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ആരുടെ ശമ്പളത്തിൽ നിന്ന് അയാൾ ഇട്ട് തരുമെന്ന്. എന്നിട്ട് അയക്ക് പിന്നെ കിട്ടും, ഞാനിതെല്ലാം കൊടുത്തെല്ലാം സക്സസ്ഫുൾ ആണെങ്കിലേ അയക്ക് കിട്ടത്തുള്ളൂ. ഞാനിത് ഒന്ന് അവിടെ ചെന്നു. ജാബുവ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, മധ്യപ്രദേശിലെ ആദിവാസി കേന്ദ്രമാണ്. അവിടെ ചില വർഷങ്ങളിലൊന്നും മഴ പോലും പെയ്യത്തില്ല. അപ്പൊ അവിടുത്തെ ഒരു കോഴി ഉണ്ട്, നിങ്ങളെല്ലാവരും അറിയുന്നതായിരിക്കും, കടക്കനാഥ് ചിക്കൻ എന്ന് പറയും, അല്ലെങ്കിൽ കരിങ്കോഴി എന്ന് പറയും. കറുത്ത മാംസവും എല്ലും പൂവും നഖവും എല്ലാം കറുത്ത. ഈ കോഴിക്ക് ഒരു സ്വഭാവമുണ്ട്, ഇത് മുട്ട വഴിയിലേ ഇടത്തുള്ളൂ. സ്കാവഞ്ചർ ചിക്കനാ, ഇങ്ങനെ കൊത്തിപ്പെറുക്കി ഇങ്ങനെ നടക്കും. ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ രാത്രി കയറിയിരിക്കും, പിന്നെ ഇതുവഴി നടക്കും. അപ്പൊ ഇതിന് പൊരുന്നെന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഈ ചിക്കന് പനി വരുമ്പോഴാണല്ലോ പൊരുന്നെന്ന്, ബ്രൂഡിങ് എന്ന് പറയും. ആ ബ്രൂഡിങ് പ്രോസസ് ഇല്ലാതെ അങ്ങനത്തെ ഒരു ചെയ്യുക. അതുകൊണ്ട് ആ കോഴി എക്സ്റ്റിങ്ക്റ്റ് ആകുക. ഇനി ആ കോഴിയുടെ പ്രത്യേകത, അതിന്റെ മാംസത്തിൽ 2% ഫാറ്റേ ഉള്ളൂ. നമ്മൾ തിന്നുന്ന കോഴിക്ക് 25% ഫാറ്റാണ്. അത് കൊളസ്ട്രോളുകാരനും ഹാർട്ട് അറ്റാക്കുകാരനും കഴിക്കാൻ പറ്റത്തില്ല കോഴി, പക്ഷെ ഇത് കഴിക്കാം. അപ്പൊ മെഡിസിനൽ ചിക്കനാണ്, അതുകൊണ്ടാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ അവിടെ ചെന്നു, കളക്ടറെ എനിക്ക് കൊണ്ടുപോയി, കളക്ടറുമായിട്ട് പരിചയപ്പെട്ടു. അവസാനം അവരെനിക്ക് 50 പോൾട്രി ഇൻക്യുബേറ്ററിന്റെ ഓർഡർ. ഇതൊക്കെ ഒരു കഥയാണ് കേട്ടോ. അവസാനം ഞാൻ അവിടെ ജാബുവയിലെ ഇവിടുത്തെ പോലെ ജാബുവ ഗ്രാമം പക്ഷെ എന്നെ അറിയും, കാരണം 50 വീടുകളിൽ കൊണ്ടുപോയി ഞാനിത് പിടിപ്പിച്ചു. കളക്ടറുടെ പ്രത്യേക ഓർഡർ, റെഡി ക്യാഷ്, എല്ലാ സംഭവമായിട്ട് ഞാൻ അവിടെ കുറഞ്ഞൊരു 1 വർഷത്തോളം പ്രവർത്തിച്ചു ജാബുവയില്. ഇപ്പം അവര് കടക്കനാഥ് ചിക്കൻ ഒരു വലിയ ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ബോംബെ എന്നൊക്കെ വണ്ടി വന്നെടുത്തത്, അതിന്റെ 1 കിലോ ഇറച്ചിയുടെ വില 800 രൂപ, ഒരു കോഴിമുട്ടയുടെ വില 40 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ അതിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് നന്നാക്കും എന്ന് പറഞ്ഞല്ലേ, അതല്ലേ? അതിനല്ലേ ഞാൻ പറഞ്ഞത്. എന്താ പറയാ, എന്റെ അടുത്ത് ക്യാഷ് ഇല്ല. അപ്പോ എനിക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് സർവീസ് ഫീൽഡിലാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എന്റെ സക്സസിന്റെ ടൈം എത്ര വരെ എടുക്കും? എൻ്റെ അടുത്ത് ക്യാഷിൽ ഐഡിയ മാത്രമേ ഉള്ളൂ.
ഐഡിയ ഉണ്ടെങ്കിൽ താൻ സർവീസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, താൻ 10 പേർക്ക് സർവീസ് ചെയ്ത് കൊടുക്ക്. അപ്പൊ ആ 10 പേരിൽ ആരെങ്കിലും ഒരു ദൈവപുത്രനായിട്ട് മാറും. അല്ലെങ്കിൽ അവര് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയും, നമ്മളെ കുറിച്ച് നന്മ പറയും ഓരോരുത്തരും. അപ്പൊ അതിലൂടെ നമുക്ക് ആരെങ്കിലും ഒരാളെ നമുക്ക് കിട്ടും, ഏതെങ്കിലും രീതിയിൽ ഒരുത്തനെ നമുക്ക് കിട്ടും. സർവീസ് ഞാനൊരു സർവീസ് പ്രൊവൈഡറാണ്, ഞാൻ എയർ കണ്ടീഷൻ നന്നാക്കുന്നവനാണ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു കാർഡ് ഉണ്ടാക്കുക, വാട്സപ്പിൽ കൂടി ഇടുക, നിങ്ങളെ വിളിക്കും, നിങ്ങൾ AC പോയി റിപ്പയർ ചെയ്യും. നന്നായിട്ട് നല്ല പെരുമാറ്റം, നല്ല സംസാരം, നല്ല വൃത്തി, നന്നായിട്ട് ജോലി ചെയ്തു, അയാൾ വന്ന് അത് നന്നാക്കിയിട്ട് ഒരു 3-4 മാസമായി യാതൊരു പ്രശ്നമില്ല അല്ലേ, നല്ല AC റിപ്പയർ. അയാളുടെ അടുത്ത പെങ്ങളോ നാത്തിനോ അളിയനോ കൂട്ടുകാരനോ വിളിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവനെ വിളിച്ചാൽ അവന് വിത്തിൻ 1 year യു വിൽ ബി എ ബിസി മാൻ. മനസ്സിലായോ? തൻ്റെ ഒരു 5 പൈസയില്ല, പക്ഷെ തൻ്റെ സർവീസസ് മറ്റുള്ളവരാൽ അഭിനന്ദിക്കപ്പെടുന്നു. അപ്പൊ താൻ മുന്നോട്ട് വരും. പിന്നെ ചിലപ്പം ഏതെങ്കിലും ഒരു AC കാരന് ആയിട്ട് താൻ പരിചയം, ഒരു AC കാരനായ AC റിപ്പയർ ചെയ്ത് ഈ വീട്ടുകാരനെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുക. അപ്പോഴാ വീട്ടുകാരൻ പറയുന്നത് ഒരു പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു, അവൻ വന്ന് ചെയ്ത് ഇപ്പത്തെ ഒരു കുഴപ്പമില്ല. അതേത് പയ്യനാ? അത് ഇന്ന പയ്യനാ, അവന്റെ പേരന നമ്പർ തന്നു. അയാൾ വിളിക്കും, നീ വരാൻ പറയും. അവന്റെ കമ്പനി ചെന്നവൻ പറയും, അതെ തനിക്ക് ഈ AC കാർ അല്ല അവിടുത്തെ ആ വീട്ടിലൊക്കെ ചെയ്തത് നല്ലതാന്നൊക്കെ അവർ പറഞ്ഞല്ലോ, തനിക്ക് വേണേ ഞാൻ ഇവിടെ ജോലി തരാം, ഇവിടെ നിന്നു. അപ്പൊ അവിടെ ജോലിക്കായല്ലോ. അപ്പൊ അയക്ക് 50 ക്ലയന്റ് കാണും. ഈ 50 ക്ലയന്റിന്റെ എനിക്ക് താൻ പോവുക, അവരുമായിട്ട് നല്ല ഇത് കിട്ടുക, റിലേഷൻഷിപ്പ് കിട്ടുക. ഈ 50 പേരുടെ പേരും നാളും എല്ലാം അറിയാം, അവർക്കും തന്നെ അറിയാം, എല്ലാം സന്തോഷം. പിറ്റേ ദിവസം തനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞ് എനിക്ക് തോന്നുകയാണ് സ്വന്തമായിട്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ എവിടെയെങ്കിലും ഒരു ചെറിയ ഇതിട്ടിട്ട് AC റിപ്പയറിങ് എന്ന് പറഞ്ഞ് ഒരു 2 പഴയ AC എവിടെന്നെങ്കിലുമൊക്കെ വരുമല്ലോ റിപ്പയർ ചെയ്യാൻ, അവിടെ വെച്ച് റിപ്പയർ ചെയ്തു. ഇനി ഞാനൊരു കഥ പറയാം. AC റിപ്പയറിങ് ചെയ്ത് മാത്രം കോടീശ്വരനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് നേരിവർമ്മൻ. എൻ്റെ വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്ത്, വളരെ അടുത്ത ആളുവാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കേരള ഗവൺമെന്റ് കഴിഞ്ഞാൽ 12.5 കേരള ഗവൺമെന്റ് 26%, ബാക്കി 12.5% ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന, അതായത് ഏകദേശം 2200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയ ഒരാളാണ് ജോർജ് നേരിവർമ്മൻ. അദ്ദേഹമാണ് ബുർജ് ഖലീഫയിലെ 25 ഫ്ലാറ്റ് അയാളുടെ സ്വന്തമായിരുന്നു. കാരണം എന്താണെന്നറിയോ? അവിടെ എയർ കണ്ടീഷൻ ചെയ്ത് കൊടുത്ത അയാളാ. അതുപോലെ തന്നെ അയാള് ഇവിടുന്ന് 10ാം ക്ലാസ്സും കഴിഞ്ഞ് AC റിപ്പയറിംഗും കഴിച്ച് ദുബായി പോയതാണ് ഒരു 25 വർഷം മുമ്പ്. അത്രേ ഉള്ളൂ. റിയൽ എസ്റ്റേറ്റും അയാൾക്ക് ഇപ്പൊ ഇല്ലാത്തത് എന്താ? അയാൾക്കെല്ലാം ഞാൻ പറഞ്ഞ ഇപ്പൊ ഇയാള് ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറയാം. എൻ്റെ ഒന്നുമില്ല, ഞാൻ എന്നെ ചെയ്ത് ചോദിച്ചാൽ ഒന്നുമില്ലാതെ ഒരുത്തനായതാണ്. ഞാൻ ഈ അനുഭവ കഥ. അയാളിത് ഇവിടെ ജീവിക്കുന്നുണ്ട്. എൻ്റെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറം കൊച്ചോസഫിന്റെ ഫ്ലാറ്റില വീഗാലാൻഡിലാണ് താമസിക്കുന്നത്. ഞാനത് പറയാൻ കാരണം, നമ്മൾ ഈ ഗ്രൂപ്പിൽ കുറെ ദിവസമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വരുന്നുണ്ട്, ചെറുപ്പക്കാര്. നമ്മളപ്പോ എല്ലാവരും ക്യാഷുകാരാണ്, എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ജീവിച്ചു പോകണം. അപ്പോ ഈ ക്യാഷ് ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റിന് തെണ്ടി എടുക്കുന്ന സോറി കേട്ടോ, തെണ്ടി മറ്റേ ഓക്കെ, ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിനെക്കാട്ടിലും നല്ല നമുക്കൊരു കൈത്തൊഴിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സാറി പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ ചെറുപ്പക്കാർക്ക് ക്യാഷ് ഇല്ലാത്ത എന്നെ പോലത്തെ ആൾക്കാർക്ക് എസ്റ്റാബ്ലിഷ് ആകാൻ പറ്റൂലേ? തീർച്ചയായും 100. ഞാനിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ല, അതുപോലെ 10 ഉദാഹരണം ഞാൻ പറയാം. എല്ലാവർക്കും അറിയാവുന്നവരാണ് ഞാൻ പറഞ്ഞത്. ചോദിക്കുന്ന മുനീർ വലിയൊരു ബിസിനസ്സുകാരനാണ്, ദുബൈയിലാണ്, നാട്ടിലും ബിസിനസ് ഉണ്ട്. എന്നെ പോലെ അല്ല, അത്ര വലിയ ഞാൻ ബിസിനസ്സുകാരാണ്. ഞാൻ ഇതേപോലെ ടെക് ആയിട്ട് വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ താൻ ബിസിനസ് ചെയ്യുന്നു, സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്നു, അതിൽ തന്നെ തെറ്റന്നെ. അല്ല, ഞാൻ കുറച്ച് ടൈം എടുത്തു, അതാണ് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ജനിച്ചാൽ ഉടനെ ഒരു കൊച്ചു ഡോക്ടർ ആകത്തില്ല, അതിന് സമയം എടുക്കുന്നേ, 10-25 വർഷം എടുക്കുന്നേ. അതൊക്കെ ഡോക്ടറൊക്കെ ആയിട്ട് പിന്നെ മിടുക്കൻ ഡോക്ടർ ആകുന്നതിന് ഒരു 30 വർഷമൊക്കെ എടുക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ബിസിനസ് ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത് വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ സംഭവം. നമ്മള് സത്യസന്ധനാ, നല്ലവനാ, എല്ലാമാ, പക്ഷെ ആളുകൾക്ക് അറിയില്ലല്ലോ നമ്മുടെ സർവീസ് എന്നാണെന്ന് അറിയില്ലല്ലോ. അത് അടുത്ത് ഇടപെടുമ്പോഴല്ലേ അറിയുന്നത്.
അപ്പൊ അതിന് കാരണം സമയം എടുക്കും. പേഴ്സണലി എനിക്കൊരു തോന്നല്, ഞാൻ ഏകദേശം ഒരു 10-12 വർഷം എടുത്തു എനിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പ്രോപ്പർലി. അപ്പൊ അത് ആ 12 വർഷം അതായത് ഈ ഒരു 8 വർഷത്തോളം എനിക്ക് നഷ്ടപ്പെട്ടോ എന്നൊരു തോന്നല്. അതുകൊണ്ട് ചോദിച്ചു പോയതാണ് ഞാൻ. ഞാനൊരു കാര്യം പറയാം. താൻ സത്യസന്ധനായിട്ടാണോ ജീവിച്ചത്? താൻ സമൂഹത്തിന് നന്മ ചെയ്യണമെന്നാണോ എന്ന് പറഞ്ഞാണോ ജീവിച്ചത്? തനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തനിക്ക് ആഡ് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. തനിക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടത്തേ ഉള്ളൂ. തനിക്ക് കൂടുതൽ സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് തനിക്ക് ഉണ്ടായിട്ടേ ഉള്ളൂ. അതെല്ലാം അസറ്റാ. ഈ ബാങ്കിൽ കിടക്കുന്ന കാശ് മാത്രമല്ല നമ്മുടെ അസറ്റ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ബാങ്കിൽ കിടക്കുന്ന കാശല്ല നമ്മുടെ അസറ്റ്, ശരിക്കുള്ള അസറ്റ്. ആ അസറ്റ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ അസറ്റ് 10 കോടി രൂപ ബാങ്കിൽ നമ്മള് കള്ളനാണ്, കാട്ടുകോഴിയായിട്ട് നടക്കുന്നവനാണെങ്കിൽ ആ ബാങ്കിൽ കിടക്കുന്ന പൈസ അതാരെങ്കിലും തട്ടിയെടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ നമ്മുടെ മരണശേഷം. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണേലും തട്ടിക്കൊണ്ടു പോകും. പക്ഷേ നമ്മളിലുള്ള നന്മകളുണ്ടല്ലോ, നല്ല നല്ല ചിന്തകളുണ്ടല്ലോ, അതാണ് നമ്മുടെ അസറ്റ്. അപ്പൊ തന്റെ ബിസിനസ്സിലൂടെ താൻ നന്മയാണ് ചെയ്തതെങ്കിൽ അത് വലിയൊരു അസറ്റാ. ആ അസറ്റിനൊക്കെ തനിക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് കിട്ടും, സമൂഹത്തിൽ സ്നേഹം കിട്ടും, മാന്യത കിട്ടും. അതൊക്കെയല്ലേ നമുക്ക് ആവശ്യം. നമുക്ക് ആക്ച്വലി ശരിക്കും എന്താ ആവശ്യം? സോളമൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ജ്ഞാനം മാത്രം മതി എന്നാ പറഞ്ഞത്. ജ്ഞാനിയായ സോളമൻ, ദാവീദിന്റെ പുത്രൻ, ജ്ഞാനിയായ സോളമൻ, ജ്ഞാനം മാത്രം മതി എന്നാണ്. അറിവാണ്, അതാണ് യഥാർത്ഥത്തിൽ ധനം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടൈം പോയി തനിക്കിപ്പോ ഓക്കെ, തൻ്റെ മകനെ ഞങ്ങൾ നേരെ PhD കൊടുത്തു, അല്ലെങ്കിൽ വേറെ എന്നെങ്കിലും എഞ്ചിനീയർ ആക്കി. എന്നിട്ട് അവൻ എന്നെ ഇത് പണ്ട് ഇവിടെ സുനാമി വന്നപ്പോഴത്തേക്ക് ഒരു അമ്പലപ്പുഴയുള്ള ഒരു മുക്കവൻ, അവന് വളർന്ന് കുറച്ച് മിടുക്കനായിരുന്നു. അവന് അവിടുന്ന് പോയി ഇവിടെ പോയി മീനെടുക്കാൻ ലോറിയെ പോയി വിശാഖപട്ടണത്ത് പോയപ്പോൾ അവൻ നോക്കിപ്പോ അവിടെ ഭയങ്കര ബിസിനസ്സാണ്. മീൻ മേടിക്കുന്നു, കൊടുക്കുന്നു, കമ്മീഷൻ കിട്ടും, അതെ. അവന് തിരിച്ചു വണ്ടിയെ പോകുന്നില്ല. ഇവിടുന്ന് മീനുമായിട്ട് വിശാഖപട്ടണത്ത് പോയവനാ. അവൻ അവിടെ നിന്ന് മീൻ എടുക്കുക, വിൽക്കുക, മറിച്ച് അവൻ കോടീശ്വരനായി. അവന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2005 സുനാമി അമ്പലപ്പുഴ കടപ്പുറം മുഴുവൻ തകർത്തു എന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ട അവന്റെ മെർസിഡീസ് ഓടിച്ച് അവന് അമ്പലപ്പുഴ വന്നു. ഇത് ട്രൂ സ്റ്റോറിയാ കേട്ടോ. കാരണം അവിടെ ഞങ്ങള് 20 വീടുകൾ പണിത് കൊടുത്തായിരുന്നു റോട്ടറിയിൽ നിന്ന്. അപ്പൊ അതിന്റെ പ്രോജക്ട് ചെയർമാൻ ഞാനായിരുന്നു. അപ്പൊ ഞങ്ങളവിടെ ചെന്നപ്പോ കേട്ട കഥയെ. അപ്പൊ ഇയാള് വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കടപ്പുറത്ത് വീടുകൾ എല്ലാം കുടിലുകളാണ്, ഒന്നുമില്ല, വെറും മണ്ണ് മാത്രം. 1-2 വള്ളങ്ങൾ ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വള്ളം പോയിട്ടില്ല, ബാക്കി വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. ഗ്രാമം മുഴുവൻ ഇവന്റെ വീടൊക്കെ പണ്ട് നിന്ന് അച്ഛൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇവനെ അറിയാമല്ലോ തലയോടാന്ന്, പക്ഷെ ഈ അമ്പലപ്പുഴയാന്നറിയാം. അപ്പൊ അവന് അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഈ കമത്തി വെച്ച വള്ളത്തിന്റെ വെയിലിന്റെ ഷെയ്ഡില് ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നു. അപ്പം ഇയാൾ അയന്റെ ഒരിക്കലോട്ട് തരുന്നത്, സത്യം പറഞ്ഞാൽ അവൻ ഉറങ്ങുകയല്ല, അവൻ ബീഡിയും വലിച്ച് കിടക്കുക കടലോട്ട് നോക്കി. കാരണം ഈ പോയവരുടെ വള്ളം വരും, വല വലിക്കാൻ ആള് വേണം. അപ്പൊ ഇതിലൊരുത്തനായിരിക്കും എന്ന് കിടക്കുക. അപ്പൊ ഇയാൾ അടുത്ത് ചെന്ന് വെച്ച് പറഞ്ഞു, ഇവിടെ സുനാമി ഭയങ്കരമായിട്ട് അല്ലേ, നമ്മളെ എല്ലാം തകർത്ത് കളഞ്ഞല്ലേ. അങ്ങനെ ഇപ്പൊ ഇയാളുടെ മനസ്സിൽ എന്നാന്ന് ചോദിച്ചാൽ ഒരു വള്ളമോ വലയോ ഒക്കെ മേടിച്ചു കൊടുക്കാൻ വല്ല 5-6 ലക്ഷം രൂപ മുടക്കാൻ തയ്യാറായിട്ട് ഇയാൾ വന്നിരിക്കുന്നത്. ഇപ്പൊ വലിയ സെന്റിമെന്റിലാണ് ഇയാൾ ഇവനോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു സാറേ, ഇപ്പൊ എന്നാ ചെയ്യുന്നത്? ഇപ്പൊ എന്നാ ഇങ്ങനെ വള്ളം പോവും, വള്ളത്തെ വല്ലപ്പോഴും പോകും. കാരണം ഇപ്പൊ വള്ളം അധികം ഇല്ലല്ലോ, വള്ളവും തകർന്നു പോയല്ലോ. നിങ്ങളിങ്ങനെ കിടന്നാൽ ശരിയാകത്തില്ലല്ലോ, നിങ്ങളും കടലിൽ പോകണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. ഒന്നാമത് ജീവിക്കാൻ വഴിയില്ല കിടക്കുക. ഇയാളെ എഴുന്നേറ്റ് ബീഡിയൊക്കെ കളഞ്ഞു. എന്ന് വെച്ചാൽ ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചു. അയാളോട് ഇവനറിയാതെ പറഞ്ഞു പോയത് അയാളോട്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ വള്ളമായിട്ട് പോയാൽ മീനൊക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ മീൻ പിടിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് തന്നെ മീൻ പിടിച്ചോണ്ട് പോയാൽ നിങ്ങൾക്ക് കാശൊക്കെ കിട്ടത്തില്ല, മീൻ വിറ്റ് കാശൊക്കെ കിട്ടത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടൊപ്പം പണിയാൻ പറ്റത്തില്ലേ? സ്വന്തമായിട്ടൊരു വള്ളവും ഒലയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലേ? ശരി, ഇതെല്ലാം കിട്ടി. എന്നിട്ട് തന്നെ സന്തോഷമായിട്ട് ജീവിക്കരുതോ? അതിന് എനിക്കിപ്പോഴും സന്തോഷത്തിന് കുറവൊന്നും ഇല്ലല്ലോ സാറേ. ഞാൻ അന്തസ്സായിട്ട് വീഡിയോ വലിച്ച് കടലിലോട്ട് നോക്കി എനിക്കിപ്പോ സന്തോഷത്തിന് ഒരു കുറവില്ലല്ലോ, സാറിനെ പറ്റി എന്ന് പറഞ്ഞ അയാള് അവിടെ വേറെ 2 ചെന്ന് പറഞ്ഞു വെച്ചാൽ അയാൾ പൊക്കളഞ്ഞ 5 പൈസ മുടക്കില്ലെന്ന് പറഞ്ഞു.
അഹങ്കാരികളായി ഈ കടപ്പുറത്ത് കിടക്കുന്നത്. അതുകൊണ്ട് അവന്മാർക്ക് അത് കഴിഞ്ഞാണ് ഞങ്ങൾ വീട് വെക്കാന്ന് പറഞ്ഞ് റോട്ടറിക്കാരാന്ന് പറഞ്ഞു ചേർത്തത്. അപ്പൊ അവര് വളരെ വിനയത്തോടുകൂടി ഞങ്ങളോട് അപ്പൊ വിനയം കൂടിയപ്പോ ഞാൻ ചോദിച്ചു, ഈ ഇല്ലായ്മ വന്നാ മനുഷ്യന് വിനയം വരും സാറേ, ഞങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ആരാ എന്നാന്നൊന്നും അറിയാൻ. അയ്യോ. അപ്പൊ ചുരുക്കത്തില് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സംഭവം. നമ്മുടെ ജീവിതത്തിൽ സുഖോ ദുഃഖോ എന്നുള്ളത് ഇപ്പൊ ലത്തീഫിന് അറിയാൻ പറ്റത്തില്ല എന്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം സന്തോഷവനാണ്. എനിക്ക് ലത്തീഫിനെ അറിയാൻ ഒക്കത്തില്ല എത്രമാത്രം